മഹാനായ അബുൽ ഹസൻ അലി അന്നദ്വി മഹാനവറുകളുടെ അടുക്കലേക്ക് വന്നു. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അബുൽ ഹസൻ അശ്ശരി മഹാനവറുകളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ഫലപ്രദമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആരാ പറഞ്ഞത്? ഇന്ദിരാഗാന്ധി. ആരാ ഇന്ദിരാഗാന്ധി? ഇന്ത്യ കണ്ട ഉരുക്കു പ്രധാനമന്ത്രി, നെഹ്റുവിനേക്കാൾ വലിയ പ്രതിരോധം കാഴ്ചവെച്ച, ഇന്ത്യ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഏക പെണ്ണ് ഇന്ദിരാഗാന്ധിയാണ് പ്രഖ്യാപിച്ചത്, ആണല്ല. ആ ഇന്ദിരാഗാന്ധി അബുൽ ഹസൻ അലി അന്നദ്വി അദ്ദേഹമാണ് ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ഇടയിൽ തീവ്രവാദ ചിന്തയുണ്ടാക്കിയെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന് അവാർഡ് കൊടുക്കും. അടുത്ത സമയം ആരാന്ന് എനിക്കൊരു വിഷയമൊന്നുമല്ല, ചില കാര്യങ്ങൾ പറയുന്ന കാര്യത്തിൽ വലവുക്കാന ആരും അവനും അതൊന്നൊരു വിഷയമല്ല. അബുൽ ഹസൻ അലി അന്നദ്വിയുടെ പുസ്തകങ്ങളാണ് തീവ്രവാദ ചിന്താഗതി ഉണ്ടാക്കിയത് എന്ന് എഴുതി വെച്ച ആ ബുദ്ധിരാക്ഷസനെ ഒന്നര അംഗീകരിക്കണം. എനിക്കാണ് മാതൃഭൂമിയിലെ ലേഖനം എഴുതിയിരുന്നു. തരീഖത്തിന്റെ ശൈഖാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് ഇന്ദിരാഗാന്ധി വീട്ടിൽ വന്നു. നമ്മളാണെങ്കിലോ പഞ്ചായത്ത് മെമ്പർ വീട്ടിൽ തന്ന അവനവന്റെ വീട്ടില് വഴി വെട്ടിത്തെളിച്ചിട്ട് തോരണം കെട്ടൻ ആളുകളാണ് നമ്മൾ. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്റെ അടുക്കലേക്ക് തന്റെ ദറസിലോട്ട് കടന്നു വന്നപ്പോ മൗലാന അബുൽ ഹസൻ അലി അന്നദ്വി ആരാ മനുഷ്യനറിയോ? ദുബൈ ഭരിക്കുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ മുമ്പിൽ ഒബാമ പോലും ഇരിക്കില്ലെന്ന് എഴുന്നേറ്റിക്കും. അത്രയ്ക്ക് കർക്കശക്കാരനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ മക്തൂം. അള്ളാഹു ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. അങ്ങോട്ട് വിസ കിട്ടാനാണ് 30 ആമീൻ പറയും. ഭരണാധികാരിക്ക് ആഫിയത്തിനും അങ്ങോട്ട് വിസ കിട്ടാനാണെങ്കിൽ എന്താ ആമീന് നേർച്ചയും. എത്ര ലാളിത്യമുള്ള ഭരണാധികാരി. അദ്ദേഹത്തിന്റെ ജമീൽ പാലസിൽ ഡിന്നറിന് പോയ ആളാണ് ഞാൻ. ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ദുബൈയുടെ കർക്കശക്കാരനായ ഭരണാധികാരിയെ ബറാക്ക് ഹുസൈൻ ഒബാമ പോലും മുട്ടുകൊണ്ട് വിറക്കുന്ന ഭരണാധികാരിയെ കാണാൻ പേടിച്ച് അദ്ദേഹത്തിന്റെ ജമീൽ പാലസിൽ പോയപ്പോ മഗ്‌രിബിന് ബാങ്ക് വിളിച്ചു. നോമ്പിലാണ്, കഴിഞ്ഞ റമളാൻ അതിഥിയായി പോകുമ്പോ നോമ്പ് തുറക്കുന്ന സദസ്സിലേക്ക് അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ നടന്നു വന്നു. പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ പാചകക്കാരന് കൈകൊടുത്ത് പള്ളി തൂത്ത് വൃത്തിയാക്കുന്നവൻ ഓടി വന്ന് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. പള്ളി തൂത്തോണ്ടിരിക്കുന്നവനെ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് ഒരു അസ്വസ്ഥതയില്ലാതെ ദുബൈയുടെ ഭരണാധികാരി ഒട്ടിച്ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോ നമ്മുടെ നാട്ടിലെ ചില ആളുകളെ ചിന്തിച്ചുപോയി. വെള്ളിയാഴ്ച പോയ പള്ളി തൂക്കണവനൊക്കെ പ്രാവിന്റെ കാട്ടെടുത്ത് മറ്റത്ത്. ആ മനുഷ്യൻ അത്രയ്ക്ക് വലിയ ആളാണ്. ലാളിത്യത്തിന്റെ പ്രതീകമാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. ഇത്ര സാധാരണക്കാരനായ ഒരു ഭരണാധികാരി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇരുന്ന് പ്രസംഗിച്ച ഒരേ ഒരാളേ ഉള്ളൂ അബുൽ ഹസൻ അലി അന്നദ്വി. ഷെയ്ഖ് മുഹമ്മദ് പോലെ എഴുന്നേറ്റ് നിന്നാണ്. ഇന്ദിരാഗാന്ധി വന്നു. എന്നിട്ട് പറഞ്ഞു, അബുൽ ഹസൻ അലി അന്നദ്വിയോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അല്ലമാനദ്വിയുടെ മറുപടി, എല്ലാ രാത്രിയിലും തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് നീതിമാന്മാരായ ഭരണാധികാരികൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. മിസ്സസ് ഇന്ദിരാഗാന്ധി, നിങ്ങൾ ഇന്ത്യ നീതിയോടെ ഭരിക്കുക, നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയാവുക, എന്നാൽ എന്റെ ദുആയിൽ നിങ്ങൾ ഉൾപ്പെടുമെന്ന് മറുപടി പറഞ്ഞു അല്ലാമ അബുൽ ഹസൻ അലി അന്നദ്വി. അതാ കുട്ടി, ഞാൻ എല്ലാ തഹജ്ജുദിന് ശേഷം ദുആ ചെയ്യുന്നുണ്ട്. നിങ്ങൾ നീതിമാനായ ഭരണാധികാരിയാൽ എന്റെ ദുആയിൽ നിങ്ങൾ പെട്ടു. ഇല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ദുആയില്ല. അവർക്കറിയാം നാളെ സ്വർഗത്തിൽ പരലോകത്തിന്റെ തണൽ ആദ്യം കിട്ടുന്നത് തഹജ്ജുദ് നിസ്കരിച്ചവനല്ല, ഇമാമുൻ ലഹു അദ്ലുൻ വമൻ ഫി ഇബാദത്തി, നീതിമാനായ ഭരണാധികാരികൾക്കാണ്. ഭരണാധികാരികളിൽ നിന്ന് നീതി എന്ന് ഉയർത്തപ്പെടുന്നുവോ അന്ന് ലോകാവസാനം കാണേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ഭരണാധികാരികൾ നീതിമാന്മാരാകണം. പട്ടാപ്പകലും റെയിൽവേ പാളത്തിലും മലത്തിക്കടത്തി മാനഭംഗം ചെയ്ത പെണ്ണിന്റെ ഘാതകനോട് അവളെ മാനഭംഗം ചെയ്ത പുരുഷന്റെ ലിംഗത്തിന്റെ അഗ്രത്തിന്റെ പോരല് നോക്കി അവനെ ശിക്ഷ വിധിക്കുന്ന നീതിപീഠത്തിന്റെ മുകളിൽ എന്താണ് ഇനി പറയാനുള്ളത്? ഇദാ റുഫിഅൽ അദ്ലു മിനൽ ഹുക്കാം, ഭരണാധികാരികളുടെ കയ്യിൽ നിന്ന് നീതി ഉയർത്തപ്പെട്ടാൽ 4 ഞാൻ ചുരുക്കാൻ സമയമായോ? ഇല്ലേ, ഓടുന്നില്ല. സമയം അങ്ങോട്ട് പോവാത്ത എന്താ? എനിക്കാണ് സമയം ഒട്ടുമോളെ ഒന്ന് വീട്ടിൽ പോണ ദിവസമാണ്. ഒരു കറക്കം ഇറങ്ങി 5 ദിവസം കഴിഞ്ഞ് ഇന്ന് വീട്ടിൽ പോകും. 2 ദിവസം അവിടെ കിടന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് വരും. പിന്നെ ഒരു കേരളം കറങ്ങി വീണ്ടും വീട്ടിൽ പോകും.
ഈ ഓടിയ ഓട്ടം മുഴുവനും നേരെ മേപ്പോട്ട് ഓടിയിരുന്നെങ്കിൽ സിദ്റത്തുൽ മുന്തഹയിൽ ചേരും. അള്ളാഹു നമുക്ക് ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രഭാഷകരും വാദന്മാരും പ്രബോധകന്മാരാണ്. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. 4 എത്രാമത്തെ 4 അതാണ് വളരെ പ്രധാനപ്പെട്ടത്. 4 ഇപ്പൊ 3 ഞാൻ പറഞ്ഞു. ഏതൊക്കെ ഒന്ന് പറഞ്ഞ് കുഴഞ്ഞു ഒന്ന് പറയൂ പാപ്പ. വെറുതെ കേക്കലേ ഉള്ളൂ. ഇത് കേട്ടിട്ട് മനസ്സിലാവണോന്ന് അറിയണ്ടേ? ഇത് ചേമ്പിന്റെ മുകളിൽ ചേമ്പും തണ്ടി വെള്ളം വേണം പോലെയാണോന്ന് അറിയണ്ടേ? 3 ഞാൻ പറഞ്ഞു. ഒന്ന് പറയുന്നു. ഒന്ന് ചക്ക ഉടയും പോലെ കൊടുത്തു പറയും. ഒന്ന് എവിടെ ഹോട്ടലില് ഭൂമിയിൽ നിന്ന് ബറക്കത്ത് ഉയർത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് ഈമാനും തഖ്വയും നഷ്ടപ്പെട്ടു. 2 ഒന്ന് പറ കുഞ്ഞുങ്ങളെ. 2 ഹൃദയത്തിൽ നിന്ന് കരുണ ഇല്ലാതായി. യഥാർത്ഥത്തിലൊക്കെ നമ്മൾ നേരിട്ട് കാണാൻ. 3 ഭരണാധികാരികളിൽ നിന്ന് നീതിയും ഉയർത്തപ്പെട്ടു. ഇദാ കാന ഉമറാഉകും ജുഹലാ വഅഗ്നിയാഉകും ബുഖലാ വഉമൂറുകും മിനാ നിസാഇകും ഫബത്നുൽ ലർദി ഖൈറും മിന വഹ്റിഹാ. നിങ്ങളുടെ നീതിമാന്മാരിൽ നീതി നഷ്ടപ്പെടുകയും നിങ്ങളുടെ സമ്പന്നർ കൃഷിക്കന്മാരാവുകയും നിങ്ങളുടെ കാര്യങ്ങൾ പെണ്ണുങ്ങൾ തീരുമാനിക്കുകയും ചെയ്താൽ ഈ ഭൂമിയുടെ പുറംതരിയുടെ മുകളിൽ ജീവിക്കുന്നതിനേക്കാൾ ഭൂമിയുടെ അടിത്തട്ടിൽ പോയി നിങ്ങൾ ജീവിക്കുന്നതാണ് നല്ലതെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ അടയാളം സ്ത്രീകളെ കേൾക്കാനുണ്ടല്ലോ അല്ലേ? എവിടെയാ? അവിടെ നന്നായിട്ട് കേൾക്കണേ. 4 കൂടുതൽ സ്ത്രീകളാണ്, പുരുഷന്മാര് കുറവാണ്. അതിനൊരു ദിക്ർ ഞാൻ പറഞ്ഞുതരാം. സ്ത്രീകൾ നന്നായിട്ട് കേട്ടോളി. 4ാമത്തേത് ഇദാ റുഫിഅത്ത് ഹയാഉ മിനൻ നിസാ. സ്ത്രീ സമൂഹത്തിൽ നിന്ന് ലജ്ജ ഉയർത്തപ്പെടുകയും ചെയ്താൽ, ഏത് സമൂഹത്തിലാണോ സ്ത്രീകൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്നത്, സ്ത്രീകളുടെ സ്ത്രീത്വത്തിന്റെ പരമപ്രധാനമായ അടയാളമായ ഏറ്റവും പ്രധാനപ്പെട്ട ലജ്ജ എന്ന പെണ്ണിനെ പെണ്ണാക്കി മാറ്റുന്ന സ്ത്രീത്വത്തിന്റെ പരമപ്രധാനമായ ലജ്ജ എങ്ങാനും നഷ്ടപ്പെട്ടു പോയാൽ സ്ത്രീകൾക്ക് ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ വെണ്ണീരിനേക്കാൾ മോശമാണ് പൊന്നേ. മഹാനായ തലവാൾത്താടിന് ഉറവാകുമർക്കഥ മഹാനായ തലവാൾത്താട് പാടിത്തരികയാണ്. പെണ്ണിന്റെ ലജ്ജ നശിച്ചു എന്നാൽ പിന്നെ വെണ്ണീരിനേക്കാൾ മോശമാണ് പൊന്നേ. ഒരു പെണ്ണിനെങ്ങാനും ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ വെണ്ണീരിനേക്കാൾ അവൾ മോശമാണ്. ചുരുങ്ങി നശിച്ചുപോയ കൈവെള്ളയിൽ കൂടിയാൽ തെറിച്ചു പോകുന്ന, എവിടേക്കെന്നില്ലാതെ ഭാരമില്ലാതെ പറന്നു പോകുന്ന വെണ്ണീരിനേക്കാൾ കട്ടപ്പെട്ടവളാണ് പെണ്ണ്. അതുകൊണ്ട് എന്നെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ലോകാവസാനത്തിന്റെ അടയാളമായിട്ടല്ല, അവസാനം അതിൽ ഇതം വരെ കടൽ കടന്നു വന്ന വിദേശ സംസ്കാരത്തെ കെട്ടിപ്പിടിക്കുവാനും വാരിപ്പുണരാനുമുള്ള ആഗ്രഹത്തോടുകൂടി കോൺക്രീറ്റ് സൗധത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പന്തനച്ച ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിൽ സുഖം തേടി അലയുന്ന അന്ധവിശ്വാസത്തിന്റെയും മനാശാസ്ത്രത്തിന്റെയും അശ്ലീലത്തിന്റെയും ആസുരഭാവങ്ങളായി ശ്വാനസൗന്ദര്യ പ്രദർശന മത്സരത്തിൽ സമ്മാനം മോഹിച്ച് കുമരേനിയെ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലെടുത്ത് പാലൂട്ടുന്ന പട്ടണത്തിലെ കൊച്ചമ്മമാരുടെ പുരോഗമനത്തിന്റെ വാദം കേട്ടിട്ട് ചാനൽ ചർച്ചകളിലും അങ്ങകലെ ടെലിവിഷന്റെ ബെഞ്ചുകളിലും ഇസ്ലാമികമായ സമൂഹത്തെ കാതുനിന്നുന്ന മെൻസസുണ്ടായാൽ ഒരു പെണ്ണിന് ഖുർആൻ തൊടാൻ പാടില്ലെന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ പടിയടക്കലാണെന്ന് വിവരമില്ലാതെ വിളമ്പി കൊടുക്കുന്ന ചാനലുകളിൽ വാടകക്കെടുത്തിട്ട് പ്രദർശിക്കുന്നിടത്ത് പോയി അള്ളാഹുവിന്റെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്ന, നിന്റെ തല മറക്കാറ്, നിന്റെ മാറുമറക്കാറ്, നിന്റെ ശരീരം മറക്കാറ് വെളിയിൽ പോയി പാതിരാ സമയത്ത് ലോകത്തിന്റെ വിദേശ ടൂറിസത്തിന്റെ പേരും പറഞ്ഞ് റേഡിയോ ജോക്കികളുടെയും ഡാൻസ് ജോക്കികളുടെയും കൂടി പാതിരാത്രിയിൽ ലഹരി മരുന്നിന് അടിമയായി വിനോദന്റെ നെസ്സേ മ്യൂസിക്കിന് താളം പിള്ളാൻ അനുവദിക്കാത്തതുകൊണ്ട് ഈ ഇസ്ലാം പരമ്പരാണെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം പെങ്ങളെ, ഇതാ റുഫിയത്ത് ഹയാഉ മിനൻ നിസാ.
ഏത് സമയത്ത് പെണ്ണിനെ പെണ്ണാക്കി മാറ്റുന്ന ലജ്ജ എന്ന പരമപ്രധാനമായ സ്വഭാവ വൈശിഷ്ട്യം നഷ്ടപ്പെട്ടു പോകുന്നയോ അന്ന് ലോകാവസാനത്തിന്റെ തുടക്കമായി. ഇന്നെല്ലായിടത്തും കാണുന്നത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. കല്യാണം നടക്കുന്നിടത്ത്, 4 പേര് കൂടുന്നിടത്ത്, ബസ് സ്റ്റാൻഡുകളില്, സ്കൂളിലേക്ക് പഠിക്കാൻ വിടുന്ന, കോളേജിലേക്ക് പഠിക്കാൻ വിടുന്ന, രക്ഷകർത്താക്കൾ പഠിക്കാൻ വിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം പെൺകുട്ടികള്, ആ പെൺകുട്ടികൾ മുഴുവനും ബസ് സ്റ്റാൻഡിന് കൊണ്ടോട്ടെങ്ങാടിന് 100 കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോ പെട്ടെന്നൊരു പെണ്ണ് വന്നു, അവളുടെ പുറകെ 2 പെണ്ണ് വന്നു. അവള് കാലിന്റെ ചുവട് വെച്ചു. ബസ് സ്റ്റാൻഡിലും മങ്ങാടിയിലും മോബ് ഫ്ലാഷ് എന്ന പേരിൽ. ഫ്ലാഷ് മോബ് എന്തെന്നാണ് കുട്ടിയുടെ പേര്? അങ്ങാടിയിൽ പെണ്ണ് ആട്ടം കളിക്കുന്നതിന്റെ പേരെന്താ? ഫ്ലാഷ് മോബ് എന്ന്. മുത്തക്കീങ്ങൾ എന്നടപ്പം ഞങ്ങള് അതൊന്നും അറിഞ്ഞൂടൊന്നും കേട്ടിട്ടുമില്ല. നിങ്ങൾ ഓടലോടെ സ്വർഗത്തിലേക്ക് പോയി ഹിസാബില്ലാതെ. എന്താ ഇതിന്റെ പേരെന്താടാ അഫ്സല്? പേരറിയില്ല ഒന്ന് പറ കുട്ടിയെ. എന്താണ് പൈസ? അറിയില്ല. നിങ്ങറിയോ? അറിയില്ല. ഇങ്ങനൊരു കൗമിനെ ഞാൻ എന്റെ 18 വർഷത്തെ വാളിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് കാണാം. ഇങ്ങനൊരു കൗമിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ ഇത്രയും മുത്തക്കീങ്ങളാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു വാതിന് തന്നെ ഒരു മദ്രസ തന്നെ വേണ്ടിയിരുന്നില്ല. അതിന്റെ പേരാണ് ഫ്ലാഷ് മോബ്. ഇന്ന് ഓരോ രൂപത്തിലും ഭാവത്തിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടക്കം എത്ര കുറഞ്ഞുപോയി. നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ അടക്കം എത്ര കുറഞ്ഞുപോയി. പണ്ടൊരു അന്യ പുരുഷൻ നമ്മുടെ വീട്ടിലെത്തിയാൽ ഉമ്മ അകത്തളത്തെ വാതിൽ വിട്ടിട്ട് മുമ്പോട്ട് വന്നിട്ടില്ല. ഉണ്ടോ? ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പതിവ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പറയും. ഇന്നൊരാണ് വീട്ടിൽ വന്നാൽ ആണും പെണ്ണും ഭാര്യയും പെമ്മക്കളും ഒക്കെ ഒന്നിച്ച് സെറ്റിമേലിരുന്ന് ആ വാട്സപ്പ് നമ്പർ ഒന്ന് തരി, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് ലജ്ജ എന്ന് പറയുന്നത് പെണ്ണിന് നഷ്ടപ്പെട്ടു പോയി. കല്യാണത്തിന്റെ തലേ ദിവസത്തെ മൈലാഞ്ചി രാവ് കോഴിക്കോടങ്ങാടിയിലും കൊണ്ടോട്ടിയങ്ങാടിയിലും മൈലാഞ്ചി പെണ്ണ് പരസ്യമായി ഇട്ടിട്ടു. അവൾക്ക് ഗോപ്യമായി രഹസ്യമായി അള്ളാന്റെ റസൂൽ അവന്റെ ഭർത്താവിന് കാണാൻ വേണ്ടി അനുവദിച്ചു കൊടുത്ത സൗന്ദര്യം. സൗന്ദര്യം ആർക്കുള്ളതാ? സൗന്ദര്യം ആര് കാണാനുള്ളതാ? ഭർത്താവ് കാണാൻ. ഇവിടെ ഇങ്ങനെ നോക്ക്. സൗന്ദര്യം ആര് കാണാനുള്ളതാണ്? ഭർത്താവാൻ. ഒരു പെണ്ണിന് 2 സമയത്ത് സുഗന്ധദ്രവ്യം പൂശാം, അത്തർ പൂശാം, സ്പ്രേ അടിക്കാം. 2 സമയം. ഒന്ന് നിസ്കരിക്കാൻ പോകുമ്പോ അള്ളാടെ മുമ്പിൽ നിൽക്കുമ്പോ വൃത്തിയോടെ നിൽക്കണം. നമ്മളെല്ലാ കാക്കാമാർക്കുള്ള ഒരു പ്രശ്നമാണ്. നിസ്കരിക്കാൻ പോകുമ്പോ ഒരു കള്ളിത്തുണി ഉടുത്തിട്ട് പോകും. കല്യാണത്തിന് പോകുമ്പോ നല്ല സുന്ദരമായ വെള്ളത്തുണി ഉടുത്തിട്ട് പോകും. പാടില്ല. യാ ബനി ആദം യാ ബനി ആദം ഖുദൂ സീനതകും മിൻ കുല്ലി മസ്ജിദ്. ഖുർആൻ സൂറത്തുൽ അറാഫ്. ആദമിന്റെ മക്കളെ, ഖുദൂ സീനതകും മിൻ കുല്ലി മസ്ജിദ്. പള്ളിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും സൗന്ദര്യത്തോടെ നിങ്ങൾ പോകണേ. മുടി ചീകി ഒതുക്കി, താടി വെട്ടി ഒതുക്കി, നല്ല അത്തർ പൂശി, ഏറ്റവും നല്ല വെള്ള വസ്ത്രം ധരിച്ചിട്ട് പള്ളിയിൽ പോകണേ. നേരെ തിരിച്ചിട്ടാൻ കല്യാണത്തിന് ഇങ്ങനെ പോകും. പള്ളിയിൽ മുറുക്കാൻ തുപ്പിയ കള്ളിത്തുണി ഉടുത്ത് നല്ലൊരു കറുത്ത ശീലയിട്ടിട്ട് പോകും. നേരെ തിരിച്ചിട്ടാൻ പള്ളിയിലേക്ക് പോകാൻ സൗന്ദര്യം വേണം. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചോളി. ഓർമ്മയുണ്ട? ഇനി ഈ ശീലം ഒഴിവാക്കണം. പള്ളിയിൽ പോകുമ്പോ ഏറ്റവും നല്ല വസ്ത്രം ഇടണം. ആ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ സുഗന്ധദ്രവ്യം പൂശാം. രണ്ടാമത് ഭർത്താവിന്റെ മുമ്പിൽ. രണ്ടാമത് ഭർത്താവിന്റെ മുമ്പിൽ. ഭർത്താവ് വീട്ടിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു, കുളിച്ച് റെഡിയായി പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി ഇച്ചിരി അതൊന്നും ഞാൻ പറയേണ്ടറിയില്ലല്ലോ. ഇത്തിരി നല്ല മുഞ്ചിൽ തന്നെ നിൽക്കണം. ഇത് പെണ്ണ് ചെയ്യേണ്ട കാര്യമാണ്, നിർബന്ധമാണ്. അവള് ചെയ്യൂല. കടയിൽ വലിയ കച്ചവടമൊന്നുമില്ല, നല്ല മഴ, ചൂട്. ഭർത്താവ് പറഞ്ഞു, ഭാര്യ വിളിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് വരികയാണ്. അയാൾ വലിയ ആഗ്രഹത്തോടെ ബൈക്കുമേ കയറി മണ്ടിപ്പാഞ്ഞ്, അങ്ങനെയല്ല പറയാ, അയാൾ മണ്ടിപ്പാഞ്ഞ് വീട്ടിൽ വന്ന് കോളിമ്പെല്ലാം മത്തി ഉച്ചയ്ക്ക് വാതിൽ തന്നെ തുറന്നത് ഈ ഭാര്യ എന്ന് പറയുന്ന സാധനം ആ വാതിലുമേ ഇങ്ങ് ചാരി എന്നിട്ട് അന്ന് രാവിലെ വെട്ടിയ മത്തിയുടെ ചെതുമ്പലും അതിന്റെ അപ്പുറത്തെ ചട്ടിയിലെ കരിയും ഇതൊക്കെ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ മെല്ലെ തേച്ചിട്ട് ഈ സാധനം മുഖത്ത് മുഴുവൻ ആ വേർപ്പും അടുക്കളയുടെ നാറ്റുമായിട്ട് വന്നിങ്ങനെ വന്നിട്ട് അവൻ പറയും അതേപടി തിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകും. യഥാർത്ഥത്തിൽ വലകുന്ന മിസിലുല്ലതി അലൈഹിന്ന ബിൽ മഅറൂഫ്. ഞാൻ ഹസ്രത്ത് ആയിഷ എന്ന പ്രസംഗം നടത്തി ഇവിടെ കൊണ്ടോട്ടിക്കടുത്താണ്.
അന്ന് ഞാൻ ഈ വിഷയങ്ങളൊക്കെ കുറെ പറഞ്ഞിരുന്നു. ദാമ്പത്യ ജീവിതത്തിന്റെ തകർച്ച തുടരുന്നത് ഇവിടെയാണ് എന്ന് മുസ്ലിം ചെറുപ്പക്കാർ മനസ്സിലാക്കിക്കോണം. നീ വലിയ ശുചായിയായിട്ട് കാര്യമില്ല. ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ഹൃദയംഗമായ ഒരു അടുപ്പമാണ്. അതൊരു കെമിസ്ട്രിയാണ്. അതിൽ ഒത്തിരി കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്. ഖുർആൻ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാര് പരസ്പര സ്നേഹത്തോടെ സന്തോഷത്തോടെ അവരുടെ സൗന്ദര്യം മുഴുവനും അവരുടെ ജീവിതത്തിലോട്ട് കടന്നു വന്ന ഭർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ട സൗന്ദര്യം അന്യപുരുഷന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് തങ്ങളുടെ പുരോഗമന ജീവിതത്തിന്റെ അടയാളമായി കൊണ്ടോട്ടിയങ്ങാടിയുടെ നൂറുകണക്കിന് ചെറുപ്പക്കാരുടെ മുമ്പിൽ കാലും നിതംബവും കുലുക്കി ഫ്ലാഷ് മോബിന്റെ പേരിൽ ഡാൻസ് കളിക്കുന്ന അതിനെല്ലാം ആധുനിക ലോകത്തിന്റെ പുതിയ ഭാവങ്ങളാക്കി കണക്കാക്കുന്ന കല്യാണം നടക്കുന്ന വീട്ടിൽ തലേ ദിവസം മൈലാഞ്ചി രാവിലെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ട് ആടിച്ചു നിൽക്കുന്ന പെങ്ങളെ, ഒരു കല്യാണം നടക്കുന്ന സ്ഥലങ്ങളിൽ പോലും മഹ്റമുകളില്ല. കുടുംബ ബന്ധുക്കളായ ആണുങ്ങളുടെ തോളിൽ കൈയിട്ടിട്ട് ഡാൻസ് നടത്തുന്ന ഇന്നും നമ്മുടെ മലബാറിലെ മുസ്ലിമീങ്ങൾ വല്ലാതെ പിടിച്ചു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ദുരാചാരമാണ് കല്യാണത്തിന്റെ തലേ ദിവസമുള്ള രാവ് ഗാനമേള നടത്തിയും ആർഭാടം നടത്തിയിട്ടും ഹറാം ഹലാലുകളെ വ്യത്യാസമില്ലാതെ ആണും പെണ്ണും കൂടി കല്യാണ വീട്ടിൽ ഞെരിഞ്ഞാടി നമരുമ്പോ ഒരന്യപുരുഷനെ കാണുമ്പോ തലയൊന്നും മറക്കാൻ പോലും മെനക്കെടാതെ ലജ്ജ നഷ്ടപ്പെട്ടു പോകുന്ന പെണ്ണു വന്നാൽ ഇതാ പന്തവിരിച്ച നിങ്ങൾ ഖിയാമത്ത് നാളിനെ പ്രതീക്ഷിച്ചു കൊള്ളണേ. പെണ്ണിന്റെ ശരീരത്തിൽ നിന്ന് ലജ്ജ മാറ്റിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇതാ ഫാത്തക്കൽ ഹയാവോ ഫസലമാശീതി. ഓ പെണ്ണേ, ഇതാ ഫാത്തക്കൽ ഹയാവോ, നിനക്കെങ്ങാനും ലജ്ജ നഷ്ടപ്പെട്ടു പോയാവോ ഫസലമാശീതി, നിനക്ക് ഇഷ്ടപ്പെട്ടത് നീ ചെയ്തോ പെണ്ണേ. കാരണം നിനക്ക് ലജ്ജയില്ലല്ലോ. അതുകൊണ്ട് എന്നെ കേൾക്കാനൊക്കെ ഈ പരടക്കാരുടെ പ്രിയപ്പെട്ട സഹോദരിമാരോട് അള്ളാനെ പേടിച്ചിട്ട് പടച്ചറപ്പിനെ പേടിച്ചിട്ട് ജീവിക്കണേ. നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ചന്തയിലൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടി നടന്നു പോവുകയാ. ഒരു സുന്ദരിയായ പെൺകുട്ടി നടന്നു പോവുകയാ. അവളുടെ കണ്ണല്ലാതെ വേറൊന്നും വെളിയിൽ കാണുന്നില്ല. തന്റെ കണ്ണ് മറച്ച് ശരീരം മുഴുവനും പർദ്ദ കൊണ്ട് മറച്ച് രണ്ട് കണ്ണല്ലാതെ വേറൊന്നും വെളിയിൽ കാണാതെ ആ സാരികത്തായ പെണ്ണ് അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പൂവാരൻ ആ പെണ്ണിന്റെ പുറകെ കൂടി ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, ഓ പെണ്ണേ, ആ പൂവാരൻ പുറകെ നടന്നിട്ട് പാട്ട് പാടുകയാ. ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാ. പൂവാരൻ ആ ചെറുപ്പക്കാരന്റെ പുറകെ പാട്ടുപാടി. എന്താ പാട്ട് പാടിയത് പെണ്ണേ? പൂവാലന്മാര് കാമുകിമാരുടെ പുറകെ പാട്ട് പാടൂല്ലോ. പണ്ട് ഇതേപോലെ തന്നെയുണ്ട്. പ്രണയം പണ്ടുമുണ്ട്. പ്രണയം ആദ്യമായിട്ട് ഇപ്പോഴല്ല തുടങ്ങിയത്. പ്രണയത്തിന് മനുഷ്യന്റെ ചരിത്രത്തോളം പഴക്കമുണ്ട്. ഞാനത് പറഞ്ഞ സമയം ഒത്തിരി വൈകിപ്പോവും. നല്ല ലവ് ഞാൻ പറഞ്ഞുതരാം. പറയണോ? വേറൊരാള് തലയാട്ടിയില്ല. എന്റെ പ്രിയ യഥാർത്ഥത്തില് ഇങ്ങനെ സമയമില്ലല്ലോ മക്കളെ. പ്രണയമെന്ന് പറഞ്ഞത് ഇന്നലെ തുടങ്ങിയതല്ല. ബഹുമാനപ്പെട്ട ഉസ്താദന്മാരുണ്ട്. പ്രണയത്തിന് എത്ര പഴക്കമെന്ന് പറ. ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആദ്യത്തെ ഹദീസ് പ്രണയത്തെ കുറിച്ചാണ് അല്ലേ? മുഖറിയേക്കാളും വലിയ വിചാരം എന്നാ ഹുദബിയാണല്ലേ? മാഷാ അല്ലാഹ്, പടച്ചമ്പുരാനെ. ആദ്യത്തെ ഇമാം ബുഖാരിയുടെ ഹദീസ് ഏതാ? ഇതൊക്കെ വേറൊരു മുരിയാര് പറഞ്ഞു തരുള്ള കുട്ടികളെ നിങ്ങൾ കേൾക്കിങ്ങോട്ട്. ആദ്യത്തെ ഹദീസ് ലൗവിനെ കുറിച്ച പ്രണയം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ഇല ദുനിയാ യുസിബുഹാ അവ ഇംറഅതൻ യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി
അള്ളാന്റെ റസൂല് മദീനയിലേക്ക് ഹിജറ പോയപ്പോ ആ കൂട്ടത്തിലൊരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ പേരാണ് മുഹാജിർ ഉമ്മു കൈസ്. ആ പെണ്ണ് ഹിജറ പോയപ്പോ അവളുടെ കാമുകന് വല്ലാത്ത സങ്കടമായി. എന്റെ കാമുകി മദീനയിലേക്ക് പോവുകയാണല്ലോ. കാമുകനും അള്ളാന്റെ റസൂലിന്റെ കൂടെ ഹിജറയിൽ കൂടി, മുത്തുനബിയുടെ കൂടെ ഹിജറ ചെയ്തതല്ല. കാമുകിയെ കാണാൻ പിരിഞ്ഞിരിക്കാൻ വയ്യ. കാമുകിയുടെ പുറകെ കൂടിയതാണ്. പാതി വഴിയിൽ വെച്ച് അള്ളാന്റെ റസൂല് പറഞ്ഞ ഹദീസാണിത്. ആരല്ലാടെ തൃപ്തിക്ക് വേണ്ടി ഹിജറ ചെയ്തോ അവൻ അല്ലാടെ തൃപ്തി കിട്ടും. ഒമൻ കാനത്ത് ഹിജറത്തുഹാ ഇല ദുനിയാ യുസിബുഹാ അവ ഇംറഅതന യൻകിഹുഹാ. എന്റെ കൂട്ടത്തിൽ ഹിജറ വന്ന പെണ്ണിനെ കെട്ടാൻ ആരെങ്കിലും പുറകെ വന്നാൽ അവൻ അതിന്റെ പ്രതിഫലമേ കിട്ടുകയുള്ളൂ. മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ തന്റെ കാമുകിയെ പിരിഞ്ഞിരിക്കാൻ കഴിയാത്തത് കൊണ്ട് അള്ളാന്റെ റസൂലിന്റെ തൊട്ടുപിറകില് കാമുകിയുടെ മണം പിടിച്ചു നടന്ന ചെറുപ്പക്കാരന്റെ കഥ പറഞ്ഞിട്ടാണ് ഇമാമുന ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ വിശ്വപ്രസിദ്ധമായ ഹദീസ് ഗ്രന്ഥം തുടങ്ങുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലൈല മജ്നൂന്റെ കഥ കേട്ടിട്ട് കോരിത്തരിച്ച ബദർ മുനീറിനെയും ഹുസ്നുൽ ജമാനെയും കാത്തിരുന്ന തല്ലാഹി യാ ലബിയ മാൻപേടകളെ, എന്റെ ലൈല നിങ്ങൾ പെറ്റതാണോ അതല്ല മനുഷ്യ പെണ്ണാണോ എന്ന് കറുകറുമ്പി പെണ്ണ് ലൈലയെ നോക്കിയിട്ട് പ്രേമത്തിന്റെ പാട്ട് പാടിയ മുഹമ്മദ് കാട്ടിയ ഇമ്രുൽ കൈസിനെ പോലെ പ്രണയം എത്രയാണ്. സബൂൽ മുഅല്ലഖ് ഇന്നും ദറസ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഗ്രന്ഥമാണ്. അതിലെ പ്രണയനായകനാണ് സബൂൽ മുഅല്ലഖിൽ പ്രണയം. പേരും മറന്നുപോലോ. കൈസ്, ഇമ്രുൽ കൈസ്. അത് തന്നെ. ഇമ്രുൽ കൈസിന്റെ പ്രണയം എന്ത് പ്രണയമാണ്! അതൊരു വല്ലാത്ത മോശപ്രണയമാണ്. ഇതിന്റെ അർത്ഥം നിങ്ങളോട് പറയാൻ നിവൃത്തിയില്ല. ഹുദവിയോട് പോയി പേടിച്ചു ഓടിച്ചോളി. നിങ്ങളോട് തൽക്കാലം പറയാൻ നിവൃത്തിയില്ല. അമ്മാതിരി പ്രണയങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയോ, സാലിഹത്തായ ഇതൊക്കെ ഇന്നലെ തുടങ്ങിയതല്ല. പെണ്ണിന്റെ പളപളപ്പ് കണ്ടിട്ട് ചെറുപ്പക്കാരൻ ഇളക്കം പിടിച്ചത് ആധുനിക കോലത്ത് വാട്സപ്പും ഫേസ്ബുക്കും വന്നപ്പോഴല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മുഖം മറച്ചിട്ട് കണ്ണു മാത്രം വെളിയിൽ കണ്ട പെണ്ണിന്റെ പുറകെ കാമുകൻ പോയി. പെണ്ണ് വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ ഇവ പുറകെ നടന്ന് പാട്ട് പാടാൻ തുടങ്ങി. എന്താ പാട്ട്? എന്താ പാട്ട് പാടുക? പണ്ടൊക്കെ കാമുകന്മാര് പറയും പോലെ കനനച്ചോലയിലാടുമേക്കാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. അപ്പോഴും ഞാനത് പാടി നിങ്ങളെന്നെ ഇത് ഫേസ്ബുക്കിൽ തന്നെ എനിക്കൊരു പ്രശ്നമുള്ള ആളല്ലേ. വലിയൊരു സിനിമാ പാട്ട് പാടുന്നു. അന്നും കാമുകൻ കാനനച്ചോലയിൽ, ആരും കാണാത്ത കാനനച്ചോലയിൽ ആടുമേക്കാൻ നിന്റെ കൂടെ വരട്ടെ എന്ന് കാമുകൻ ചോദിച്ചപ്പോ അന്നത്തെ കവിയും മറുപടി എഴുതിയത് എന്താണെന്നറിയാവോ? എന്താ? പാടില്ല പാടില്ല നമ്മെ നമ്മൾ താനെ മറന്നൊന്നും ചെയ്തുകൂടാ. അന്ന് കവി പറഞ്ഞത് നമ്മളെ മറന്നിട്ട് നമ്മളൊരു ഹറാമ്. നിങ്ങൾ അങ്ങനെ വിലയിരുത്ത മനുഷ്യന്മാരെ നമ്മൾ അരുതാത്തത് ചെയ്തുകൂടാനാണ്. പക്ഷെ ഇപ്പോഴത്തെ അത് ആരുടെ പാട്ടാന്ന് എനിക്കറിയില്ല, ആരാ എഴുതിയെന്നറിയില്ല. നല്ല ഹുദവി, ചങ്ങമ്പുഴ. അങ്ങനെ വേണം. നമ്മുടെ വായനക്ക് വിശാലമായ ലോകം വേണം. നമ്മളൊരു ഇട്ടാവട്ടത്തിൽ കിടക്കാൻ. ഞാൻ പറയുന്നു, വായനയുടെ ലോകം വിശാലമാകണം. എന്റെ വായനയുടെ ലോകം വിശാലമാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചില്ലെങ്കിൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും, വായിച്ചെങ്കിൽ വിളയും. ഔക്കമാക്കാല കുഞ്ഞുണ്ണി മാഷ്. വായനയുടെ ലോകം വിശാലമാകണം. ആകാശഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ മറുപടി പറയേണ്ടത് പണ്ഡിതനായിരിക്കണം. ചങ്ങമ്പുഴയുടെ വടിയാണ്. ചങ്ങമ്പുഴ എഴുതിയത് പാടില്ല പാടില്ല എന്നാണ് കാമിനിയോട് പറഞ്ഞു കൊടുത്തത്. കേട്ട പ്രേക്ഷകരും അതാണ് മനസ്സിലാക്കിയത്. പക്ഷെ നമ്മുടെ സ്വന്തം സമുദായത്തിൽ നിന്ന് പാട്ടതിയിപ്പോ നഗ്നമേനികൾ പാതിരാത്രിയിൽ ഉരയുന്ന സുഖമല്ല പ്രണയം എന്നാക്കി മാറ്റിയത് നമ്മുടെ കൗമാണ്. നഗ്നമേനികൾ നീലരാവിൽ ഉരയുന്ന സുഖമല്ലേ പ്രണയം എന്ന്, പ്രണയത്തിന് നഗ്നമേനികളുടെ പരസ്പരമുള്ള ചേരലാണ് പ്രണയം എന്ന് ആ പ്രണയത്തെ മാറ്റിയെഴുതിയത് ചങ്ങമ്പുഴയല്ല, നമ്മന്റെ ആളുകളാണ്. നിങ്ങളൊന്ന് ചിന്തിക്കും മനുഷ്യന്മാരെ. ഇതൊക്കെ വകുതിന് എന്നല്ലേ പറയേണ്ടത്? ഞാൻ പറഞ്ഞു, ഇപ്പൊ നാളെ ചിലപ്പോൾ ഇത് ഫേസ്ബുക്ക്, ഇത് നാളെ ഇത് കട്ട് ചെയ്ത് വരാൻ സാധ്യതയുണ്ടെന്ന് 100% ഞാൻ പറയാണ്. എനിക്ക് പുല്ലാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കൊരു വിഷയമല്ല.
ജീവിതത്തിൽ എന്ത് നേരിടാനുള്ള നെഞ്ചൂക്കില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒന്നിനെ ഇറങ്ങരുത്. തൈക്കാവിലൊരു വലിയ മുസ്ലിയാരുമായിട്ട് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കാരത്തിന് ഇമാമത്ത് നിർവഹിച്ച് നിൽക്കണം. വെളിയിലിറങ്ങിയോ ഏറ് ശുവറാൻ, അത് നേരിടാനുള്ള നെഞ്ചുറപ്പുണ്ടാവണം. ഇല്ലെങ്കിൽ നട്ടലൂരിട്ട് വാഴപ്പിണ്ടി വെച്ചിട്ട് വീട്ടിൽ പോയിരിക്കും. എന്ത് നേരിടണം, അതൊരു പ്രബോധനത്തിന്റെ മാതൃകയാണ്. അതേപോലെ പക്ഷേ കാലം മാറിയപ്പോ പ്രണയത്തിന്റെ ആവിഷ്കാരം മാറി. കേൾക്കുന്ന പെണ്ണ് മുഴുവനും മാപ്പിളപ്പാട്ട് കേൾക്കുന്ന പെണ്ണേരാ. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കണ്ണ് തുറന്നാ നീയാണ്. ഏഴാം പകരന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചിരുന്നാൽ നിന്നെ ഞാൻ തേടിയെത്തും ഭൂമിനെ എന്ന് പാതിരാത്രിയിൽ ഒരു പെണ്ണ് കേൾക്കുമ്പോ ആ പെണ്ണിന്റെ മനസ്സിന്റെ ചിന്ത എന്താ? അല്ലാഹുവേ, വൈകുന്നേരം കോഴിക്കോടൻ കടപ്പുറത്തിലെ സായാഹ്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മുഖമൊളിക്കുന്ന ശോണിമ സന്ധ്യയിൽ തിരമാലകളോട് കഥ പറഞ്ഞ് മേനിയോടൊട്ടി നിൽക്കാൻ എനിക്കും ഒരു കാമുകനുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മുടെ മക്കളുടെ മനസ്സിൽ തോന്നിപ്പിച്ചത് നമ്മളല്ലേ? അത് പറഞ്ഞ് പാടിക്കൊടുത്തവരല്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങാടിയിലൂടെ കണ്ണു മാത്രം തുറന്നിട്ടിട്ട് നടന്നുപോയ ആ പെണ്ണിന്റെ പുറകെ ചെറുപ്പക്കാരൻ കൂടി. പെണ്ണെ, നിന്റെ ചുണ്ടുകളിൽ കുങ്കുമം വിതറിയതുപോലെ നിന്റെ ചുണ്ടുകൾക്കെന്ന് ചെഞ്ചായത്തിന്റെ ചെഞ്ചുവപ്പാണ് പെണ്ണെ. ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ, നിന്റെ കൂടെ കിടപ്പറയിൽ കിടക്കാൻ എനിക്ക് കൊതിയാകുന്നു. ആ പ്രിയപ്പെട്ട അള്ളാഹുവിനെ പേടിയുള്ള ലജ്ജയുള്ള പെൺകുട്ടി തിരിച്ചു നിന്നിട്ട് പറഞ്ഞു, ചെറുപ്പക്കാരാ, ഇത്തക്കില്ല, അള്ളാഹുവിനെ ഭയക്കണേ ചെറുപ്പക്കാരാ. ഞാൻ എന്റെ കണ്ണുകളെല്ലാണ്, മറ്റൊന്നും വെളിയിൽ കാണുന്നില്ലല്ലോ, പിന്നെന്താണ് നിനക്കെന്നോട് ആഗ്രഹം തോന്നുന്നതെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, പെണ്ണേ, നിന്റെ കണ്ണ് കണ്ടാൽ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമുണ്ടെന്നറിയാമല്ലോ. ഏതൊരാളുടെ ഈ ശരീരത്തിന്റെ സൗന്ദര്യത്തിന്റെ മാനദണ്ഡം മേനിയുടെ വെളുപ്പല്ല, കണ്ണിന്റെ കറുപ്പാണ്. മേനിയുടെ വെളുപ്പല്ല, കണ്ണിന്റെ കറുപ്പാണ്. കറുപ്പിന് ഏഴടകാണ്. നിന്റെ കരിനീല കറുപ്പുള്ള കൺമിഴികൾ കാണുമ്പോ നിന്റെ ശരീരത്തിന് എത്ര സൗന്ദര്യമെന്ന് ഊഹിക്കാമല്ലോ പെണ്ണേ. അതുകൊണ്ട് നീയുമായി കിടപ്പറ പങ്കിടാൻ എനിക്ക് കൊതിയാ. രണ്ട് കണ്ണുകൾ മാത്രം തുറന്നിട്ട് ബാക്കി മുഴുവനും മറച്ചു വെച്ചിട്ടും ഈ ചെറുപ്പക്കാരന് തന്നോട് കൊതി തോന്നുന്നെന്ന് മനസ്സിലായപ്പോ ആ സാരികത്തായ പെൺകുട്ടി പറഞ്ഞു, ചെറുപ്പക്കാരാ, നീ എന്റെ വീട്ടിലേക്ക് വാ, അവിടെ സൗകര്യമൊരുക്കി തരാമെന്ന്. വർദ്ധിതാവേശത്തോടെ ആ ചെറുപ്പക്കാരന് പെൺകുട്ടിയെ പിന്തുടർന്ന് അവസാനം ഒരു കുടിലിന്റെ ഉള്ളിലെത്തി. പെൺകുട്ടി പറഞ്ഞു, ഞാൻ അകത്ത് പോയി തയ്യാറായി വരാം. തന്റെ ശരീരത്തിന്റെ ഇംഗിതത്തിനു വേണ്ടി അല്പം കഴിഞ്ഞ് നടക്കാൻ പോകുന്ന സമ്മോഹന മുഹൂർത്തത്തിന്റെ കാഴ്ചകൾ മനസ്സിൽ സ്വപ്നമൊരുക്കി ആ ചെറുപ്പക്കാരൻ കാത്തു നിൽക്കുമ്പോ കുറെ കഴിയുമ്പോൾ തരിവളകൾ കിലുങ്ങുന്ന ശബ്ദം കേൾക്കാം. എന്താണ് നോക്കിയപ്പോ ആ പെൺകുട്ടിയുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് വാതിലൂടെ രണ്ട് കൈകൾ ഇങ്ങനെ വെളിയിലേക്ക് വരികയാ. ആ കയ്യിൽ രണ്ട് വലിയൊരു പാത്രവുമുണ്ട്. കുടിക്കാനുള്ള വെള്ളമാണെന്നുള്ള ആതിഥേയ മര്യാദയുടെ പ്രാഥമിക പടിയായ ജലപാനമാണെന്ന് കരുതിയിട്ടതിലേക്ക് നോക്കുമ്പോ പുതിയ പെണ്ണുങ്ങൾക്കിത് മനസ്സിലാകുമോ എന്നറിയില്ല. ആ പാത്രത്തിൽ മുഴുവൻ ചുടുരക്തം തളം കെട്ടി കിടക്കുകയാണ്. ആ രക്തത്തിന്റെ നടുവില് മനുഷ്യക്കണ്ണുകൾ, രണ്ടും മനുഷ്യക്കണ്ണുകൾ. നേരത്തെ തന്റെ കാമവികാരങ്ങളെ ഉദ്ദീപിച്ച സുന്ദരമായ മാൻപേടയുടെ കരിമിരയിലത് ആ രക്തത്തിൽ ഇങ്ങനെ കുളിച്ചു കിടക്കുകയാ. ഇതെന്താണെന്നറിയാതെ അയാൾ പേടിച്ച് പുറകോട്ട് മാറുമ്പോ അതാ രണ്ട് കണ്ണുകളിരുന്ന സ്ഥലത്ത് ഭീമാകാരമായ രണ്ട് കുടികളുമായി കയ്യിൽ രക്തമിറ്റിച്ചിടുന്ന ഒരു കടാരയുമായി ആ പെൺകുട്ടി മുമ്പോട്ട് വരുന്നു. നേരത്തെ തന്റെ ശരീരത്തെ ഇക്കിളിപ്പെടുത്തിയ രണ്ട് കണ്ണുകളുടെ സ്ഥാനത്ത് രണ്ട് കുടിയാ. ആ കുടിയിലൂടെ രക്തം ഇങ്ങനെ തടം തല്ലിയാ തൊടുകയാ. ആ പെൺകുട്ടിയുടെ കയ്യിലെ രക്തമിറ്റ് വീഴുന്നതിന് മൂർച്ചയുള്ള പിശാചിയുമുണ്ട്. ചെറുപ്പക്കാരൻ ചോദിച്ചത്, എന്ത് പെണ്ണേ എന്ന് ചോദിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാൻ എന്റെ ശരീരം മുഴുവനും മറച്ചു നടന്നിട്ടും എന്റെ രണ്ട് കണ്ണുകൾ കണ്ട
കണ്ടപ്പോ നിനക്കെന്നോട് ആഗ്രഹം തോന്നിയത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത അവന്റെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന കണ്ണെനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെറുപ്പക്കാരനെ ആകർഷിച്ചവന്റെ 2 കണ്ണുകള് മൂർച്ചയുള്ള പിശാച് കൊണ്ട് സ്വന്തം കൈകൊണ്ട് കുത്തിയെടുത്തിട്ട് ആ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക് വെക്കാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പെൺകുട്ടിക്ക് കഴിഞ്ഞതല്ല. അവളുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ഒരു കണ്ണിന്റെ മിഴികൊണ്ട് പോലും മിഴിനകൾ കൊണ്ടുപോലും ഒരു പുരുഷനെ തന്റെ ജീവിതത്തിലേക്ക് വഴുതാൻ ശ്രമിക്കാത്ത ലജ്ജയുള്ള പെണ്ണിനെ പോലെ പെങ്ങളെ ഇതാ ഫാതകൽ ഹയാഉ ഇതാ റുഫിയൽ ഹയാഉ മിനൻ നിസാ. പെണ്ണിൽ നിന്ന് ഈ ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ ലോകാവസാനത്തിന് അടയാളം തുടങ്ങിയെന്ന് റൂഹി ഫിദാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ഈ സദസ്സിന്റെ സമാപന ഭാഗത്ത് ഇതിന്റെ ദുആയിലേക്ക് കടക്കുമ്പോ ഇന്ന് ഈ ലോകാവസാനം കണ്ടതും കേട്ടതും കേൾക്കേണ്ടതും ഇനി കഅബാലയം തകർക്കുന്നതിന് ദജ്ജാല് വരുന്നതിന് മഹ്ദിയുടെ ആഗമനത്തെ അങ്ങകലെ നിന്ന് പശ്ചിമ ചക്രവാളത്തുനിന്ന് തീ ഉയരുന്നതിന് യുഫ്രട്ടീസിന്റെ ജലനദികൾ കത്തിക്കപ്പെടുന്നതിന് ഇതൊക്കെ കേൾക്കുന്നതിന് മുമ്പ് ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ നിങ്ങളുടെ കൺമുമ്പിൽ കണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കീൻ. 4 കാര്യങ്ങൾ വളരെ വിശാലമായി ഞാൻ പറഞ്ഞു തന്നു. അല്ലാഹു നമ്മളെ ഖിയാമത്ത് നാൾ എന്താണെങ്കിലും സംഭവിക്കും, അന്ന് നമുക്ക് മുത്തഖീങ്ങളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമുണ്ട്, സമയത്താറായി. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം മറ്റൊന്നുമല്ല, നമ്മൾ ലോകാവസാനത്തെക്കുറിച്ച് നന്നായിട്ട് കേട്ടിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, വഅ്ദ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാളെ ലോകം അവസാനിച്ചാൽ നമ്മളെല്ലാം തകർന്നു വീഴാൽ നമ്മുടെ കയ്യിൽ എന്താ ബാക്കിയുള്ളത്? എന്തേലും ഉണ്ടോ? നാളെ ലോകം അവസാനിച്ചു എന്ന് കരുതുക, എന്തേലും ഉണ്ടോ കയ്യിൽ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നൊരു സഹാബി ചോദിച്ചു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ മത്തസ്സാ, എപ്പോഴാണ് ലോകം അവസാനിക്കുക? ആർക്കെങ്കിലും അറിയോ? ഹബീബായ നബി തങ്ങളെ തിരിച്ചു ചോദിച്ചു, സഹാബി ലോകം എന്നാണ് അവസാനിക്കുന്നതെന്ന് പറയുന്നതിന് മുമ്പ് ലോകാവസാനം സംഭവിച്ചാൽ അതിനുശേഷമുള്ള മഹിഷറയ്ക്ക് വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചിട്ടുള്ളത്? മറുചോദ്യം, എന്നാണ് ലോകം അവസാനിക്കണ നബിയെ? ഇത് അവസാനിച്ച ഖബറിലേക്ക് പോകുമ്പോൾ നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്താണല്ലേ? ഇതിലുണ്ടോ? പക്ഷേ സഹാബി മറുപടി പറഞ്ഞു, നബിയെ കൂടുതലൊന്നും എന്റെ കയ്യിലില്ല. ഇന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലാ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും പെരുത്തിഷ്ടപ്പെടുന്നുണ്ട് നബിയെ. വലഹുൽ വസീലതു വൽ ഫദീലതു വൽഉലാ വമഖാമുൽ മഹ്മൂദ് യൗമൽ മൗഇദി. അവിടത്തേക്കുള്ള ഹുബ്ബല്ലാതെ നാളേക്കുള്ള ജീവിതത്തിൽ എന്റെ കയ്യിലൊന്നുമില്ല നബിയെ. അള്ളാഹു നമ്മളെ ആ ഒരു ചിന്തയിൽ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആയിലേക്ക് കടക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു നാളെയിലേക്ക് അങ്ങനെ ആക്കി തരട്ടെ. നാളെ ലോകം അവസാനിച്ചാൽ നാളെയെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ദുനിയാവിൽ ചിന്തിക്കാവോ? നാളെ എന്നതിനെ കുറിച്ച് ദുനിയാവിൽ ചിന്തിക്കാനേ പാടില്ല. നാളെ എന്റെ കയ്യിൽ എന്തുണ്ട്? ദുനിയാവിന്റെ കാര്യത്തിൽ പാടില്ല എന്ന് അല്ലാഹു കർശനമായി നിരക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യന് നാളെ എന്ത് സംഭവിക്കുന്നതെന്ന് ഉറപ്പില്ലല്ലോ, പിന്നെന്തിനാണ് ഈ ദുനിയാവിന് നാളെയെ കുറിച്ച് നീ ബേജാറാവുന്നത്? എന്നാൽ ആഖിറത്തിന്റെ കാര്യത്തിൽ നാളെയെ കുറിച്ച് ചിന്തിക്കണം, ബേജാറാവണം എന്നതേ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞു. ലോകാവസാനത്തിലെ ഒരു മഹ്ശറയുണ്ട്. ഓരോരുത്തരും നാളേക്ക് വേണ്ടിയുള്ള ജീവിതത്തിൽ, ഖബറിലേക്കുള്ള ജീവിതത്തിൽ, മഹ്ശറയിലേക്കുള്ള യാത്രയിൽ എന്ത് നിന്റെ കയ്യിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ചിന്തിക്കണേ. ഇതൊക്കെ അവസാനിക്കും. നാളെ ഒരു ദിവസം ലോകം അവസാനിച്ചാലും അതിനുശേഷം ഒരു മഹ്ശറയുണ്ട്, അതിനുശേഷം ഒരു ഖബറുണ്ട്. അല്ലാഹു ആ ഖബറിൽ നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ആരുമില്ലാത്ത ഖബറ്, പുഴുവിന്റെ തറവാടായ ഖബറ്. അന ബൈത്തുൽ വഹ്ശ അന ബൈത്തുദ്ദൂദ്, ഞാൻ ഏകാന്തതയുടെ വീടാണ്, ഞാൻ പുഴുവിന്റെ വീടാണ്,
ഞാൻ മനുഷ്യന്റെ മാംസം തിന്നുന്ന വീടാണ് എന്നെല്ലാ ദിവസവും ഖബറുറക്കെ വിളിച്ചു പറയുന്നുണ്ട്. നമ്മുടെ പച്ചമാംസത്തെ നോക്കിയിട്ട് ഖബർ വിളിച്ചു പറയുന്നുണ്ട്. അവിടേക്ക് പോയി കിടക്കേണ്ട സഹോദരങ്ങളെ, മലത്തി കിടത്തിയിട്ട് മണ്ണിട്ടിട്ട് എല്ലാവരും തിരിച്ചു പോകുന്ന ഒരൊറ്റ ദിവസം. അല്ലാഹുവേ, അല്ലാഹുവേ, അന്നത്തെ ദിവസത്തെ ഭാഗ്യവാന്മാരെ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, നീ പെടുത്തണേ തമ്പുരാനെ. ആരുമില്ലാത്ത 6 അടി മണ്ണിന്റെ ഉള്ളിൽ റബ്ബേ, മുകളിലും മണ്ണ്, താഴെയും മണ്ണ്, ഇടത്തും മണ്ണ്, വലത്തും മണ്ണ്. അവിടെ കിടക്കുന്നതാരെന്നറിയുമോ? സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. ഈ ദുനിയാവിൽ നെഞ്ചു വിരിച്ചിട്ട് നല്ല പ്രൗഢിയിൽ നടന്ന നീ ഇന്ന് 3 തുണിയിൽ പൊതിഞ്ഞിട്ട് ഇതിന്റെ മകയിൽ മലത്തിക്കടത്തപ്പെട്ടത് ലോകത്തിന്റെ അത്ഭുതമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം താജ്മഹലല്ല, ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം കെട്ടിത്തൂക്കിയ പൂന്തോട്ടമല്ല, ലോകാത്ഭുതം ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയല്ല. ഇവിടെ നെഞ്ചു വിരിച്ച് നടന്നവൻ ഉടുതുണിയില്ലാതെ മണ്ണിന്റെ അടിയിൽ മണ്ണിട്ട് മൂടപ്പെട്ടതാണ് അത്ഭുതമെന്ന് മഹാന്മാര് പറയുമ്പോ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ നടക്കുകയാണ്. 6 അടി മണ്ണിൽ പോയാൽ നമ്മുടെ ഭാര്യയും മക്കളും, നമ്മുടെ ഭാര്യ പടിവാതിൽ വരെ, നമ്മൾ കെട്ടിപ്പിടിച്ച് നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവൾ, അവള് നമ്മൾ മരിച്ചു പോയാൽ അവള് പടിവാതിൽ വരെ, പടിവാതിലോടെ അവള് തീർന്നു. ഭർത്താവിന്റെ മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് പോയപ്പോ പടിവാതിലിൽ ഭാര്യയുടെ കരച്ചിൽ അവസാനിച്ചു, ഉമ്മയുടെ കരച്ചിൽ അവസാനിച്ചു. ക്ഷമവിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോയോ കാണലെന്നാ നിന്നെ, എന്റെ കൺമണിയെ നീ പോവുകയാണോ, ഇനി പൊന്നുമ്മ മുത്തുമോനെ എന്ന് കാണുമെന്ന് ചോദിച്ചിട്ട് ഉമ്മയുടെ കരച്ചിൽ പടിപ്പുരയിൽ അവസാനിച്ചു. ബന്ധങ്ങൾ അത്രേയുള്ളൂ. ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോം നിർണയം. വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങൾ ഊഴിയിൽ അർത്ഥം ഗ്രഹിക്കുവാൻ കാലമെടുത്തു ഞാൻ. ഒരു ബന്ധങ്ങളും എന്റെ മണ്ണിന്റെ കൂടെ വന്നില്ലല്ലോ. ഞാൻ പള്ളിക്കാട്ടിലെത്തിയപ്പോ എന്റെ മക്കള് പള്ളിക്കാട് വരെയുണ്ട്. എന്നെ മലത്തി കിടത്തിയിട്ട് എന്റെ മക്കളുടെ കയ്യിലേക്ക് പിടിമണ്ണ് മാറിയിട്ട് അവരുപ്പാന്റെ ചവിട്ടിലേക്ക് അത് വെച്ചിട്ട് എന്റെ മക്കളും പോയി. ഇനി ഞാൻ കബറിന്റെ ഉള്ളിലേകനാണ്. ഇനി എന്റെ കൂട്ടന്റെ സൽക്കർമ്മം മാത്രം. ഞാൻ എത്ര സൽക്കർമ്മം അധികം ചെയ്തോ, എന്റെ സൽക്കർമ്മമല്ലാതെ മറ്റൊന്നിന് എന്റെ കബറിൽ ബാക്കിയില്ല. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സദസ്സിന്റെ ദുആ കിടക്കുന്നതിന് മുമ്പ് ഈ മൽഹറുൽ ഉലൂം മദ്രസ 70 ലക്ഷം രൂപ മുടക്കി പണിതതാണ്. 60 ലക്ഷത്തോളം രൂപ ഈ നാട്ടുകാര് സമാഹരിച്ചത് പണി പൂർത്തിയാക്കി. അള്ളാഹുവിന്റെ ഖുർആനോദാൻ മക്കളെത്തുന്ന മദ്രസയാണ്. അതിനേതാണ്ട് കുറച്ച് വാതിലുകളും ജനലുകളും മാത്രം ബാക്കിയുണ്ട്. ഇന്ന് ഈ സദസ്സിന്റെ അവസാന ദിവസം അള്ളാഹുവിന്റെ ഖുർആൻ നിരന്തരമായി കുഞ്ഞുമക്കൾ ഓതുന്ന ബാക്കി ഖുർആൻ ഓതിയാൽ ചിലപ്പോൾ അള്ളാഹ് സ്വീകരിക്കൂല. കാരണം അവന്റെ കണ്ണ് തെറ്റ് കണ്ടതാണ്, അവന്റെ ഹൃദയം തെറ്റ് ചിന്തിച്ചതാണ്, അവന്റെ കാല് തെറ്റിലേക്ക് നടന്നതാവാം. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കൾ ഖുർആൻ ഓതിയാൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. കുഞ്ഞു മക്കളാണ് ഓതുന്നത്. 8 മണിക്ക് മദ്രസ വിടുമ്പോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ മദ്രസ തുടങ്ങുമ്പോൾ ഒരു സൂറത്തുൽ ഫാത്തിഹ. ഇത് മുഴുവനും അത് നിർമ്മിച്ചവരുടെ ജീവിതത്തിന്റെ ഖബറിലേക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് അതിന് കുറച്ച് വാതിൽപ്പാളികൾ വേണം. ഒരു വാതിൽപ്പാളിക്ക് 16,000 രൂപ. 9 വേണം. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്നൊരു 10 മിനിറ്റ് കൊണ്ട് 9 പേര് ഒരു വാതിലും മദ്രസയ്ക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ കൊടുത്തേക്കാം. അല്ലാഹുവേ, അത് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന്, നാളെ സ്വർഗത്തിനൊരു വാതിലുണ്ടല്ലോ, ഫുത്തിഹത്ത് അബ്വാബുഹാ. നമ്മൾ പോയി നിൽക്കുമ്പോ താനേ തുറക്കുന്ന സ്വർഗത്തിന്റെ വാതിൽ, അത് തുറക്കാൻ എനിക്ക് അവസരം കിട്ടണം. അല്ലാഹുവേ, ഈ മദ്രസയ്ക്ക് വേണ്ടി സദഖ ചെയ്യുന്ന സഹോദരങ്ങൾ
ഞാൻ വലിയൊരു സംഖ്യയല്ല, ഒരു വാതിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഈമാനിനെ നിലനിർത്തി തരട്ടെ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം. അൽഹംദുലില്ലാഹ്. പറഞ്ഞ ഉടനെ ഇത്രയും നേരം ഈ മുമ്പിലിരുന്ന് വാള് കേട്ട് ആദ്യത്തെ വാതിൽ ഞാൻ തരാമെന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരൻ, റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാ. സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഭാര്യ മക്കളോടൊത്ത് ജന്മകാലത്ത് കഷ്ടപ്പെട്ട് വളർത്തിയ പൊന്നുമക്കളുടെ കൈ പിടിച്ച് സ്വർഗത്തിലോട്ട് കടന്നു ചെല്ലാൻ നീ അദ്ദേഹത്തിന് തൗഫീഖ് നൽകണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ ശരീരത്തിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. ഈ ഒരൊറ്റ സദക്കയുടെ ബറക്കത്തുകൊണ്ട് എല്ലാ ബലാ മുസീബത്തുകളും മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. രണ്ടാമത്തെ വാതിൽ ഇൻഷാ അല്ലാഹ് ആരാണ് ഒരാളെ ഏറ്റെടുക്കുക? ഒന്ന് കൈപൊക്കിയിട്ട് ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ വാതിൽ ആരാ? തഖബ്ബലല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. പടച്ചറബേ നിന്റെ അടിമകളാണ്, നീ കൊടുത്തതിൽ നിന്ന് കോരിക്കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. ആ പ്രിയപ്പെട്ട സഹോദരന്റെ മനസ്സിന്റെ നിയ്യത്തിനെ കബൂലാക്കണയല്ല, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഐശ്വര്യം നൽകണയല്ല. ഈ മദ്രസയ്ക്ക് കോരിക്കൊടുത്തവരാണ് വീണ്ടും തരുന്നത്, അദ്ദേഹത്തിന്റെ മക്കളെ സ്വാലിഹീങ്ങളാക്കണയല്ല. ഒരാളും എഴുന്നേക്കരുത്. മൂന്നാമതൊരു സഹോദരൻ മൂന്നാമത്തെ വാതില്, റബ്ബേ സ്വർഗത്തിന്റെ വാതിലൂടെ കയറ്റണയല്ല. അദ്ദേഹം പ്രതീക്ഷയോടെ വളർത്തുന്ന പൊന്നുമക്കളെ നീ സാലിഹീങ്ങളാക്കണയല്ല, ഹാഫിളീങ്ങളാക്കണയല്ല. നാലാമത് പ്രിയപ്പെട്ട ഒരു ഉപ്പ, മദ്രസയുടെ പ്രസിഡന്റാണ്, സുന്നത്തായ വേഷമാണ്, വെള്ളത്തലപ്പാവ് ധരിച്ച് അല്ലാഹുവേ ഈമാനുള്ള ആ ഒരു മുഖത്തോട് ആഖിബത്ത് നന്നാക്കി കൊടുക്കണയല്ല. നിന്റെ ഖുർആന്റെ അസ്തിവാരത്തിന് വേണ്ടി നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് അവറുകൾ, അദ്ദേഹത്തിന്റെ ശരീരത്തിന് നീ ആരോഗ്യത്തോടുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. പൊന്നുമക്കളെ സാരികീകളാക്കി കൊടുക്കണേ അല്ലാ. എല്ലാവിധ അനാരോഗ്യത്തിൽ നിന്ന്, കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാ. അഞ്ചാമത്തെ വാതിൽ ബാക്കിലൊരു സഹോദരൻ, ആരാ? അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അദ്ദേഹം ഏത് മുറാദ് മനസ്സിൽ വെച്ചിട്ടാണോ അത് നീ കബൂലാക്കണേ അല്ലാ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അദ്ദേഹത്തിന്റെ മക്കളെ നീ നല്ല വഴിയിൽ നടത്തി കൊടുക്കണയല്ല. എന്തെങ്കിലും ദുസ്വഭാവത്തിൽ പോയാൽ നീ കൈപിടിച്ച് തിരിച്ച് തർബിയത്തിലാക്കണയല്ല. അദ്ദേഹത്തിനും കുടുംബത്തിനും ഐശ്വര്യം നൽകണയല്ല. ആറാമത്തെ വാതിൽ അവിടെ ഒരു സഹോദരൻ ചെറുപ്പക്കാരനാണ്, അല്ലാഹുവേ നീ കബൂലാക്കണയല്ല. അർശിന്റെ തണല് നൽകണയല്ല. ആ കുടുംബത്തിൽ ഐശ്വര്യത്തിന്റെ പ്രഭാതം നൽകണേ തമ്പുരാനെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാ. സാമ്പത്തിക മേഖല ഏതാണോ ബറക്കത്ത് നൽകണേ അല്ലാ. ഏഴാമത്തെ 9 വാല് ഏഴാമത്തെ മാഷാ അല്ലാഹ് കുരുത്തക്ക് പേര്. എട്ടാമത്തെ പറമോനെ ബാക്കിലൊരാൾ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. 9ാമത്തെ ഒരു വാതിലും കൂടി ലാസ്റ്റ് മഹല്ല് പ്രസിഡന്റ് മാഷാ അല്ലാഹ് ഒരു 3 സ്ഥലത്തിൽ വാതിലായി 5 മിനിറ്റ് ഞാൻ ദുആയിലേക്ക് കടക്കാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഈ 9 വാതിലുകളെ ഏറ്റെടുത്ത സഹോദരങ്ങൾ, റബ്ബേ അല്ലാഹുവേ നീ അവർക്ക് എല്ലാവിധ നേമത്തും നൽകണേ അല്ലാ. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന മുസീബത്തുകൾ മാറ്റണേ അല്ലാ. നാളെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഭാര്യ മക്കളോടൊത്ത് സ്വർഗത്തിലെത്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. നാളെ
ഓരോ ദിവസവും ഖബർ നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട്, അന ബൈത്തുൽ ഉൽമാ, ഞാൻ ഇരുട്ടിന്റെ വീടാണ്. അന ബൈത്തുൽ വഹ്ഷ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. ഇവിടെ നിനക്ക് കൂട്ടുകാരില്ല. അന ബൈത്തുൽ ഉൽമാ, ഞാൻ അന്ധകാരത്തിന്റെ വീടാണ്. രാത്രിയിൽ ഒരു നേരം ലൈറ്റ് ഓഫായി പോയാൽ പിന്നെ നമുക്ക് രാത്രിയിലെ ഇരുട്ടിൽ കിടക്കാൻ എങ്ങനെയാ കഴിയാ? പുലർച്ചയെ വെളിച്ചം കണ്ടില്ലെങ്കിൽ എന്ത് അസ്വസ്ഥതയാണ്. മരിച്ചതിന്റെ അന്ന് ഒരു തുള്ളി വെളിച്ചമില്ലാത്ത ഖബറിൽ കിടക്കുന്ന ദിവസത്തെ നിങ്ങളൊന്ന് നോക്ക്. അള്ളാഹു ഖബറിൽ നമുക്ക് വെളിച്ചം നൽകുമാറാകട്ടെ. ഉറപ്പാണ്, മുത്തുനബി പറഞ്ഞു, സ്വർഗത്തിൽ നിന്നൊരു വാതിൽ തുറക്കപ്പെടും. ആ വാതിലിലൂടെ സ്വർഗത്തിന്റെ വെളിച്ചവും നറുമണവും ഖബറിലേക്ക് എത്തും. ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ മരിച്ചിട്ടെന്റെ ഖബറിൽ വെളിച്ചം കിട്ടണമെന്നൊരൊറ്റ നീയത്തില് ഈ മദ്രസക്കൊരു ഇൻവെർട്ടർ വേണം. കരണ്ട് പോയാൽ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഖുർആൻ ഓതാൻ വെളിച്ചം കാണുന്ന, അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാൻ കഴിയുന്ന ഒരു ഇൻവെർട്ടർ വേണം. ഇൻഷാ അല്ലാഹ് സന്തോഷത്തോട് ഞാൻ ഈ ദുനിയാവിൽ പലതും സഞ്ചരിച്ചിട്ടുണ്ട്. എന്റെ ഖബറിലെ വെളിച്ചത്തിന് വേണ്ടി അള്ളാന്റെ ഖുർആൻ ഓതാൻ ഈ കുരുന്നുകൾക്ക് ഒരു വെളിച്ചത്തിന് ഒരു ഇൻവെർട്ടർ സംഭാവന ചെയ്യാൻ ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളിൽ ആരെങ്കിലും ഒരാൾക്ക് കഴിയുമെങ്കിൽ സന്തോഷത്തോടെ കൈപൊക്കിയിട്ട് പറയാം, ഞാനതിന് തയ്യാറാണ്. എന്റെ ജീവിതത്തിന്റെ ഇരുട്ട് മാറണം, എന്റെ പ്രയാസം മാറണം, എന്റെ രോഗം മാറണം. ഇൻഷാ അല്ലാഹ് ഞാൻ മരിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ ആ കുഞ്ഞുങ്ങളോടൊന്ന് ഖുർആൻ എന്റെ ഖബറിന്റെ വെളിച്ചമാവണം. ഒരു ഇൻവെർട്ടർ ഒരു 20,000-നും 30,000-നും ഇടയിലാവും. ഇൻഷാ അല്ലാഹ് ആരായൊക്കെ ഒരാൾ കൂടുതലാളൊന്നുമില്ല. ഇതൊരു വലിയ തൗഫീഖാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഖുർആൻ ഓതാൻ, അവർക്കതിന്റെ വെളിച്ചം കാണാൻ. ഒരു ഇൻവെർട്ടർ ആരെങ്കിലും മർമ്മപ്രധാനമായൊരു സദക്കയാണത്. നാളെ ഖബറിൽ കിടക്കുമ്പോ അതിന്റെ വെളിച്ചം എനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തോടെ. മാഷാ അല്ലാഹ്, അല്ലാഹു കബൂലാക്കട്ടെ. കുരു തക്ബീർ. ഇതുപോലെയുള്ള ചെറുപ്പക്കാരെയാണ് നമുക്ക് വേണ്ടത്. 2 മണിക്കൂർ വഅ്ള് കേട്ടിട്ട് അവസാനം അല്ലാഹുവേ ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞേട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരേണ്ടതാ. ഖബറെന്ന് കേട്ട് നിലവിളിക്കുന്ന ജീവിതത്തിന് വേണ്ടി ഒരു ഇൻവെർട്ടർ സദക്ക ചെയ്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ സമ്പത്തിന് നീ ബറക്കത്ത് നൽകണയല്ല, ഐശ്വര്യം നൽകണയല്ല. പടച്ചവനെ, അദ്ദേഹം വളർത്തുന്ന പൊന്നുമക്കളെ 6666 ആയത്തുകൾ കാണാതെ പഠിച്ച 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാൻ കഴിയുന്ന ഒരു ഹാഫിളായ മക്കളെ കൊടുക്കണയല്ല. ആരുടെ മയ്യത്തെ ഖബറിൽ വെച്ചാലും 3-ാമത്തെ ദിവസം പുഴുക്കൾ തിന്നു തീർക്കും. പക്ഷേ ഒരു ഹാഫിളിന്റെ മയ്യത്തെ ഖബറിൽ വെച്ചാൽ പുഴുക്കൾ പോലും തൊട്ടു നോക്കില്ല. അവൻ ഖബറിന്റെ പുതിയാപ്ലയാണ്. ഖബറിന്റെ പുതിയാപ്ലയാകുന്ന ഉപ്പാന്റെ ഉമ്മാന്റെ കൈ പിടിച്ച് സ്വർഗത്തിലേക്ക് നടത്തുന്ന പൊന്നുമക്കളെ നീ കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ആ മക്കൾക്ക് സലാത്ത് ചൊല്ലാൻ, ഫാത്തിഹ ഉറക്കോതാൻ ഒരു ചെറിയ മൈക്ക് സെറ്റ് കൂടി വേണം ആ മദ്രസയിലേക്ക്. ആരാണ് ഇൻഷാ അല്ലാഹ് പറയാ? ഒരു ചെറിയ മൈക്ക് സെറ്റ്. ദിവസവും അതിൽ ഫാത്തിഹ ഓതപ്പെടും, അതിൽ സ്വലാത്ത് ചൊല്ലപ്പെടും. അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ, അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്രാവശ്യത്തെ നമ്മുടെ ഹബ്ബുർ റസൂൽ പ്രഭാഷണം ഡിസംബർ 9-10 പൂക്കോട്ടൂർ വെച്ചാണ്. ലക്ഷക്കണക്കിന് സലാത്തുകളും മദീനയുടെ നായകന്റെ ചാരത്തേക്ക് ചെല്ലുന്ന, മദീനയുടെ ചാരത്തേക്ക് നൽകുന്ന മദീന കെ ആഖാ ദോ ആലം കി മൗലാ तेरी पास आए ये दिल चाहता है मदीना के आका दो आलम के मौला तेरी पास आए ये दिल चाहता है. മദീനയുടെ രാജകുമാരനെ മരിക്കുന്നതിന് മുമ്പ് അങ്ങയുടെ ചാരത്ത് വന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഒരാഗ്രഹത്തിനു വേണ്ടി ലക്ഷക്കണക്കിന് സലാത്തിന്റെ ദുആടെ പ്രകമ്പനം കൊള്ളുന്ന സദസ്സ് ഈ ഡിസംബർ 9-10 പൂക്കോട്ടൂരാണ്. നിങ്ങൾ നേരത്തെ
നിർത്തുക. ആ ഹബീബായ നബിയുടെ സ്വലാത്ത് നൂറുകണക്കിന് കുഞ്ഞുമക്കൾ ഉറക്കവരാൻ ഒരു ചെറിയ മൈക്ക് സെറ്റ് ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തഖബ്ബലല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ. ആ ചെറുപ്പക്കാരന്റെ സ്ഥിയത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. ഗാനമേളക്കും ഉത്സവപ്പറമ്പുകളിലും ആയിരങ്ങൾ ഒരുന്ന ചെറുപ്പക്കാർ ഇന്നതൊക്കെ മാറി അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമിന്റെ സദസ്സിൽ വന്ന് അവര് ഖുർആൻ കേട്ട് പൊട്ടിക്കരഞ്ഞ് അവരുടെ കൈകൊണ്ട് അധ്വാനിക്കുന്ന പൈസ ആ ചെറുപ്പക്കാരനൊന്നും കോടീശ്വരനല്ല, ലക്ഷപ്രഭുക്കളല്ല, എന്നിട്ടും കൈകൊണ്ട് സമ്പാദിക്കുന്ന ആ അധ്വാനത്തിന്റെ പൈസ തന്ന സഹോദരൻ റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ, ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ, ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ, എല്ലാവിധ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ നിൽക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ദുആയിലോട്ട് കടക്കാം. കസേര ഒന്നും കിടക്കും. ഇൻഷാ അല്ലാഹ് എല്ലാവരും നമ്മുടെ ദുആയ്ക്ക് വേണ്ടി ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ മദ്രസയിൽ പങ്കാളികളാവാൻ എന്റെ മുഴുവൻ കുഞ്ഞുങ്ങളെയും ഞാൻ വിളിക്കുക. എന്തെന്നൊരു ചെറിയ കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങളിരുന്ന് പങ്കാളികളാവി. ആ മദ്രസയ്ക്ക് കുറെ ജനൽ എന്താണ് പറയുന്നത്, പുളിയും വാങ്ങാൻ ജനൽ പാളി എന്നാണ് മലയാള ഭാഷയിൽ പറയാ. നിങ്ങളുടെ ഭാഷയിൽ എങ്ങനെയാണെന്നറിയില്ല. ജനൽ പാളി ഒരു 87 എണ്ണം വേണം. ഒരെണ്ണത്തിന് 1200 റുപ്യ. അൽഹംദുലില്ലാ. നാളെ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഖബറിലടക്കപ്പെട്ടാൽ കൂരിരുട്ടിലേക്ക് കിടക്കുമ്പോ രാവിലെയും വൈകുന്നേരവും കിബിലയുടെ നേരെ നോക്കി കിടക്കുമ്പോ ഒരു ജനാല തുറക്കും. ആ ജനാലയിലൂടെ സ്വർഗത്തിന്റെ തണുപ്പ് ഖബറിലേക്ക് വരും. വൈകുന്നേരവും ആ ജനാല തുറക്കും. രാവിലെ കിട്ടിയ തണുപ്പ് വൈകുന്നേരം വരെ ഖബറിൽ നിൽക്കും. വൈകുന്നേരം തുറക്കുമ്പോ വൈകുന്നേരം കിട്ടിയ തണുപ്പ് സുബഹി വരെ നിലനിൽക്കും. ഇതൊന്നും ഞാൻ വെറുതെ പറയുന്നതല്ല. നരകവാസിയാണെങ്കിൽ നരകത്തിന്റെ ചൂട് വരും. അന്നാറു യുറദൂന അലൈഹാ ഉദുവൻ വഅശിയാ. അല്ലാഹു നാളെ ഖബറിൽ കിടക്കുമ്പോ സ്വർഗത്തിന്റെ ജനാല തുറന്ന് അതിന്റെ നറുമണം കിട്ടുന്ന മുത്തഖീങ്ങളിൽ നമ്മളെ പെടുത്തട്ടെ. ഈ മുമ്പിൽ നിന്ന് ഒരു 87 പേര് ഒരു പാളി വെച്ച് 1200 റുപ്യ. 2 പാളി, 1 അല്ലാഹു കബൂലാക്കട്ടെ. 2, 3, 4 അഫ്സൽ പൊന്നാനി, 5 വാപ്പുട്ടി, 6 ഒരു സഹോദരൻ, 7 5 നമ്മുടെ ഹുദവി കുലു തക്ബീർ, 7 5 12 13 5 13 5 18. ഇൻഷാ ഒന്ന് പറയണവരൊന്ന് പൊക്കെ. 1 1 2 19 മക്കളൊന്ന് എഴുതിയെടുത്ത്. 20 21 22 23 മാഷാ അല്ലാഹ് 24. അസീസ് വാച്ച് വളവട്ടൂർ പ്രിയ സുഹൃത്ത് അല്ലാഹു സ്വീകരിക്കട്ടെ. 24. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇതൊന്നും ഖബറിലേക്കുള്ളതാണ്, ദുനിയാവിനല്ല. ഈ സാധുക്കളെ നീ ഖബർ വിശാലമാക്കണേ റബ്ബേ. അവരെ ജീവിതത്തിന് ബറക്കത്ത് നൽകണേ അല്ലാ. 25 26 27 ഓരോരുത്തരെ കൈവക്കി. 27. അല്ലാഹുവേ കൊച്ചു ചെറുപ്പക്കാരാണ്, അവര് ചെയ്യുന്ന നിത്യജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. 28 പറയും കൈവക്ക്. 28ാമത്തെ ആൾ 28 29 30 31 31 ഒന്നാവണമില്ല, 2 3 എത്രയാവാം? 1 1 32. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ ഇതിന് പകരം ഇവരുടെ പൊന്നുമക്കള് നീ നേർവഴിയിൽ വളർത്തിക്കൊടുക്കണേ തമ്പുരാനെ. എല്ലാവിധ നിഅമത്തുകളും നൽകണേ അല്ലാ. 33 87 മാഷാ കുലു തക്ബീർ. 34 5 39. അല്ലാഹു സ്വീകരിക്കട്ടെ. ലൈവായിട്ട് കിട്ടിയതാ, ലൈവിന് കിട്ടിയതാ. ഇത് സാറ്റലൈറ്റ് കറാമത്താണ്, സാറ്റലൈറ്റ് സദക്ക. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. അങ്ങകലേന്ന് ഓൺലൈനിലൂടെ കേട്ടതെന്ന സഹോദരങ്ങൾ നീ അവരെ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. 40ാമത്തെ മാഷാ അല്ലാഹ് അല്ലാഹു കബൂലാക്കട്ടെ. 41 45 5 ആരെങ്ങളോ സ്വാഗത പ്രഭാഷകൻ സെക്രട്ടറി 5 അൽഹംദുലില്ലാ. 45 46 47 പെട്ടെന്ന് 5 മിനിറ്റ് മതി. 47
48 എത്ര മോനെ? 49 രണ്ടെണ്ണം 50 ഉസ്താദ് എല്ലാവരും ഒന്ന് കൂട്ടി 1200 റുപ്യുള്ള 50 എണ്ണം. മാഷാ അല്ലാഹ്. കുലു തക്ബീർ, കുലു തക്ബീർ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. 51, 52, 10 എണ്ണം. അപ്പൊ 61 മാഷാ അല്ലാഹ്. ഓൺലൈനിലൂടെ 10 എണ്ണം. അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. ഇതുവരെ തന്ന മുഴുവൻ സഹോദരങ്ങളെയും ഇതിന്റെ ബറക്കത്തുകൾ എന്തെങ്കിലും മുസീബത്തുണ്ടെങ്കിൽ തട്ടിമാറ്റണയല്ല. ഏതെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ ശിവയാക്കണയല്ല. 64 മൂത്തപ്പ 66. അള്ളാഹു സ്വീകരിക്കട്ടെ, അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 67 ഒരാൾ 67 68 മാഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. 69 കൈവയ്ക്ക് 69 മാഷാ അല്ലാഹ്. 70 ഒരു സഹോദരൻ അള്ളാഹു സ്വീകരിക്കട്ടെ, അവരുടെ ജീവിതത്തിൽ അള്ളാഹു. 71 72 ഒരു കൊച്ചു ചെറുപ്പക്കാരൻ 72 അള്ളാഹു കബൂലാക്കട്ടെ. നല്ല പഠനത്തിൽ അള്ളാഹു പുരോഗതി നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല ജോലി തന്ന കുഞ്ഞിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. 79 മാഷാ അല്ലാഹ്. അള്ളാഹു നിത്യജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ. ഭാര്യ മക്കൾ അള്ളാഹു സന്തോഷം നൽകട്ടെ. 80 81 ഉസ്താദ് കൊച്ചു അല്ലിമീങ്ങൾ. 82 83 ഒരു സഹോദരൻ 83 അള്ളാഹു സ്വീകരിക്കട്ടെ. സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് 3 86 ഏറ്റവും അവസാനത്തെ ജനൽ 87 മാഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. കുലു തക്ബീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലുന്നതിന് പതുക്കെ എന്തിന്? ഉറക്കെ ചെല്ലിയാൽ റൗളയിൽ കിടന്ന് ഞാൻ ഉറക്കമടക്കും, പതുക്കെ ചെല്ലിയാൽ റൗളയിൽ കിടന്ന് ഞാൻ പതുക്കമടക്കും. റൂഹി ഫിദാ നബിയുൽ മുസ്തഫൽ മുഖ്താർ സല്ലു അലൻ നബിയിൽ മുഖ്താർ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ഇനി നമ്മുടെ ഈ മദ്രസയ്ക്ക് കുറെ ഷട്ടറുകൾ വേണം, കുറച്ച് ഗ്രില്ലുകൾ വേണം. അതിനെല്ലാം ഈ സദസ്സിൽ നിന്ന് ഗ്രില്ലിന് എല്ലാം കൂടെ 1.5 ലക്ഷം രൂപയാവും. ഷട്ടർ 7 എണ്ണം, ഒരെണ്ണത്തിന് 30,000 രൂപ. ഇൻഷാ അല്ലാഹ് ഓരോ ഷട്ടറുകൾ 7 ഷട്ടർ വേണം. ആരാ ഇൻഷാ അല്ലാഹ് ഒരെണ്ണം ഏറ്റെടുക്കുക? 30,000 രൂപയാണ് ഒരെണ്ണത്തിന്. ഈ സദസ്സ് ദുആയിലേക്ക് നടക്കുകയാണ്. വളരെ പെട്ടെന്നാണ് 12 മണിയായി. എനിക്ക് നാട്ടിലേക്ക് എത്തേണ്ടതുണ്ട്. എല്ലാവരും കാര്യമായി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹ് വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയിൽ തുടങ്ങിയത് വളരെ അനുകൂലമായ ഒരു കാലാവസ്ഥയിൽ അവസാനിക്കാൻ അല്ലാഹുമ്മ യാ മുഹബ്ബിൽ അഹ്വാൽ. നാളെ ഇൻഷാ അല്ലാഹ് ശൈഖുന, നമുക്കെല്ലാവർക്കും അറിയാം, കറാമത്തുകളുടെ ഉടമസ്ഥനായ ശൈഖുന മൂരാട് ഉസ്താദ് അവരുടെ മഹത്തായ ദുആ സമ്മേളനം ഉണ്ടാവും. എല്ലാവരും നാളെ വരുമ്പോ ഈ മദ്രസയ്ക്ക് വേണ്ടി ഒരു നല്ല സദക്ക, 1,100 രൂപ, 756 രൂപ, അതും കഴിയാത്ത ഒരു 313 രൂപ. എന്റെ സദസ്സിൽ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട് 6,666 രൂപ. ഇൻഷാ അല്ലാഹ് നാളെ മൂരാട് ഉസ്താദ് വരുമ്പോ ഉസ്താദിന്റെ ഒരു ദുആ ചെയ്യാൻ നാളത്തെ കൊണ്ട് ഈ സ്റ്റെയർകേസും ഷട്ടറും കൂടെ ഇൻഷാ അല്ലാഹ് ശരിയായി കിട്ടണം. സഹായിക്കും നിങ്ങൾ, എനിക്ക് ഉറപ്പാണ്. അതൊക്കെ നാളെ ഉസ്താദിന്റെ ഇൻവെർട്ടർ ഏറ്റ സഹോദരൻ 8 വയസ്സായ ഒരു മോനുണ്ട്, നടക്കൂല, സംസാരിക്കില്ല. ആ പൊന്നു മോൻ അല്ലാഹു ആ ബുദ്ധിമുട്ട് മാറ്റിക്കൊടുക്കട്ടെ. നമുക്ക് ആ മോന് വേണ്ടി ദുആ എല്ലാവരും അവിടെ തന്നെ ഇരിക്കാൻ. അൽഹംദുലില്ലാ വളരെ സന്തോഷം. ഈ മദ്രസ കാലപ്പഴക്കം കൊണ്ട് ദ്രവിച്ചുപോയ മദ്രസ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് ഒരു നല്ല സദസ്സ് ഈ ഭരതക്കാട് എന്നെ വിളിച്ചപ്പോൾ തന്നെ വരാൻ ഒരു കാരണം കൂടിയുണ്ട്. എന്റെ വളരെ ജ്യേഷ്ഠ സഹോദരൻ സൗദി അറേബ്യയിലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിന്റെ
ജീവാത്മാവും നാഡീനരമ്പുമാണ് നമ്മുടെ ബഹുമാനനായ പണ്ഡിതവരെ ഒമാനൂർ മുഹമ്മദ് മുസ്ലിയാർ. ഒമാനൂർ ഉസ്താദ്, ഞാൻ സൗദിയിൽ ഒരു 10 ദിവസം പ്രസംഗത്തിന് മുമ്പ് എന്റെ കൂടെ അദ്ദേഹത്തിന്റെ ത്യാഗമെന്തെന്ന് 10 ദിവസത്തെ യാത്രയിൽ തിരിച്ചറിഞ്ഞ ആളാണ് ഞാൻ. സമസ്ത എന്ന് പറഞ്ഞ അദ്ദേഹമാണ്, സമസ്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. അള്ളാഹുവിനെ പ്രണയിക്കുന്ന പ്രണയിതാക്കൾ നമ്മളെ പെടുത്തട്ടെ. സമസ്തയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ഒരു മഹാവ്യക്തിത്വമാണ്. 10 ദിവസം കൊണ്ട് ഞാൻ എന്റെ സ്വകാര്യ യാത്രയിൽ എന്റെ കൂടെ വന്ന് ഞാൻ അനുഭവിച്ചു ഒമാനൂർ ഉസ്താദ്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവ് മുനീർ ഹുദവി വിളിയിൽ കേരളത്തിന്റെ അത്യുജ്വല പ്രഭാഷകനാണ്. ഭാഷാ സൗകുമാര്യം കൊണ്ട് കേരളത്തെ വിസ്മയിപ്പിച്ച, ആത്മീയ ഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൽ വളരെ മുമ്പോട്ട് പോയ എന്റെ ബഹുമാന്യനായ എന്റെ ഏറ്റവും അടുത്ത കൽബിന്റെ കൂട്ടുകാരനാണ് മുനീർ ഹുദവി വിളയിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ എന്റെ ഭാര്യയുടെ ഒക്കെ അടുത്ത സുഹൃത്താണ്. അങ്ങനെ ഒരു വലിയ ബന്ധം കൂടി അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു ആ കുടുംബത്തിന് എല്ലാവിധ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ വലിയ കുറെ ബന്ധങ്ങളൊക്കെ ഉള്ള, പക്ഷെ അവരൊന്നും വീട്ടിൽ നിന്നും പോകാൻ സമയം കിട്ടില്ല. സമയത്ത് വളരെ താമസിച്ചു വന്നപ്പോ അള്ളാഹു അവരുടെ ജീവിതത്തിൽ അദ്ദേഹത്തിനും ഭാര്യയ്ക്കും ഒമാൻ ഉസ്താദിനും ഭാര്യയ്ക്കും മക്കൾക്കും അള്ളാഹു ഐശ്വര്യവും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ SKSSFന്റെ ഭാരവാഹികൾ, സമസ്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകർ, ഏതു പ്രതിസന്ധിയിലും സമസ്തയെ നെഞ്ചോട് ചേർത്ത് അവസാനം വരെ ഇതിന്റെ കീഴിൽ അണിനിരുന്ന സമസ്തയുടെ തഖ്വയുള്ള മുത്തഖീങ്ങളായ പണ്ഡിതന്മാരുടെ പുറകിൽ നിന്ന ഇവിടുത്തെ സമസ്തയുടെ പ്രവർത്തകർ, ഇവിടുത്തെ കാരണന്മാർ, മുത്തഅല്ലിമീങ്ങൾ, ഇതിനുവേണ്ടി ഓടി നടന്ന വോളണ്ടിയേഴ്സ്, ഈ പന്തല് കെട്ടാനും ഇങ്ങനൊരു സജ്ജീകരണം കിട്ടാനും പരസ്യം നൽകിയ, പ്രോത്സാഹനം നൽകിയ, ഇതിന് നോട്ടീസിന് പരസ്യം കൊടുത്ത ബെസ്റ്റ് ബേക്കറി, എന്റെ ഒറ്റപ്പാലത്തെ ഹിഫ്ദുൽ ഖുർആൻ അക്കാദമിയുടെ നട്ടെല്ലാണ് അദ്ദേഹത്തിന്റെ അനുജൻ നസറുദ്ദീൻ ഹുദവി. ഇവിടുത്തെ സഫ സ്റ്റേജ് പ്രദാനം ചെയ്ത് നോട്ടീസ് പ്രദാനം, അതേപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ സ്ഥാപനം കൂടിയാണ്. അള്ളാഹുവിൽ ബറക്കത്ത് നൽകട്ടെ. എന്റെ പരിപാടികൾക്കൊക്കെ ധാരാളം പരിപാടികൾക്ക് സ്റ്റേജ് സ്പോൺസർ ചെയ്യുന്ന സഫ സെൽസ് കൊണ്ടോട്ടി എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അള്ളാഹുവർക്കും ബറക്കത്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അറേബ്യൻ ജുവലറി കീശ്ശേരി 10 ജനൽവാതിലിനുള്ള പൈസ അറേബ്യൻ ജുവലറി, നിങ്ങൾ സ്വപ്നത്തിൽ കണ്ടത് ഞങ്ങൾ സ്വർണ്ണത്തിൽ ഒരുക്കുന്നു. അറേബ്യൻ ജുവലറി കൊണ്ടോട്ടി കീശ്ശേരി, അള്ളാഹു അവർക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോസ്റ്ററൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. ഞാൻ ഇഷ്ടംപോലെ കടകൾക്ക് പേരിട്ട് കൊടുത്തിട്ടുണ്ട്. ധാരാളം കടകൾക്ക് പരസ്യ വാചകവും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ധാരാളം സുഹൃത്തുക്കൾക്ക്. അതൊക്കെ എന്റെ ഒരു ചെറിയ ഹോബിയും ജോലിയൊക്കെയാണ്. അള്ളാഹു, ഞാൻ വീട്ടിൽ പോണ്ടേ? ഒരു മെയിൻ ഗേറ്റുകൾ സംഭാവന ചെയ്തൊരു സഹോദരൻ, സന്താനങ്ങളില്ല, ദുആ ചെയ്യണം. സഹോദരി, എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ആമീൻ പറയും. സമയം വളരെയേറെ വൈകി. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും അള്ളാഹു തൗഫീഖ് നൽകി വീണ്ടും കാണാം. എല്ലാവരും കാര്യമായി ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. കൊണ്ടോട്ടി പരിസരത്ത് നമ്മുടെ 3 പള്ളി പൂട്ടിക്കിടക്കുന്നുണ്ട്. അതാണ് നേരത്തെ പ്രസംഗിച്ചത്. അള്ളാഹു ആ ഷറിനെ കൊണ്ട് അള്ളാഹു കാക്കട്ടെ. പള്ളി പൂട്ടിച്ചിട്ട് എന്ത് കിട്ടാനാണെന്നറിയില്ല. ആഖിറത്തെക്കുറിച്ച് വാതോരാതെ പറയുന്നവർ, ദുനിയാവിന് വേണ്ടി അള്ളാഹുവിന്റെ വമൻ അളിലമു മിമ്മൻ മനഅ മസാജിദ് അല്ലാഹ്, അള്ളാന്റെ പള്ളിയിലേക്ക് പോകുന്ന അടിമകളെ തടയുന്നവനേക്കാൾ വലിയ അക്രമി പിന്നെ ലോകത്താരാണുള്ളത്? അവനേക്കാൾ വലിയ അക്രമി മറ്റാരുമില്ല എന്ന് ഖുർആൻ. വമൻ അളിലമു, ഇവനേക്കാൾ വലിയ തെമ്മാടി പിന്നെ ആരാണ്? വമൻ അളിലമു, സൂറത്തുൽ ബഖറ. വമൻ അളിലമു, ഇവനേക്കാൾ വലിയ തെമ്മാടി ആരാണ്? മിമ്മൻ മനഅ മസാജിദ് അല്ലാഹ്, അള്ളാഹുടെ പള്ളിയിലോട്ട് പോകുന്ന അടിമകളെ തടയുന്നവർ. അയ്യുദ്കറ ഫീഹി ഹസ്മുഹു, അവിടെ നടക്കുന്ന ദിക്റുകളെയും അള്ളാഹുവിന്റെ പ്രവകീർത്തനങ്ങളെയും തടയുന്നവർ. അവനേക്കാൾ വലിയ തെമ്മാടിയും അക്രമിയും പിന്നെ ആരാണ്? അള്ളാഹു അക്രമികളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കട്ടെ. അള്ളാഹു ഇസ്മത്ത് നൽകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ആ ഷറിനെ അള്ളാഹു തട്ടിമാറ്റി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. അതൊക്കെ മൂരാട് ഉസ്താദിന്റേതാണ്. ദുആ സമ്മേളനത്തിൽ ലേരം വിളി ഒന്നും എന്റെ ഭാഗത്തിൽപ്പെട്ടല്ല. എന്നെക്കൊണ്ട് കഴിയണ ഞാൻ ചെയ്തിട്ടുണ്ട്. ബിക്കതിരി മസ്തത്ത് അദ്ദേഹം എന്റെ പ്രിയപ്പെട്ട അയൽപക്കാരനെ മരിച്ച ഉമ്മാക്ക് വേണ്ടി ദേവച്ചൻ, ഉപ്പാക്ക് സുഖമില്ല, ദുആ ചെയ്യണം. എന്റെ ഒരു അയൽപക്കാരനും കൂടിയാണ്, എന്റെ നാട്ടുകാരൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. വേറൊരു സഹോദരൻ 10,000 റുപ്യ സദക്ക നൽകിയിട്ടുണ്ട്. എന്റെ സ്ഥാപനത്തിലേക്ക് ഒരു 6,622 സഹോദരങ്ങൾ നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഒറ്റപ്പാലത്ത് കോറക്കുറിശ്ശിയിൽ
ഈ വിനീതന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ സ്ഥാപനം ഹിഫ്ളുൽ ഖുർആൻ, ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. നമ്മുടെ മക്കളും ഹാഫിളായില്ല, നമ്മുടെ സമ്പാദ്യം കൊണ്ടൊരു കുട്ടിയെ ഹാഫിളാക്കാൻ തീരുമാനിക്കും. ഒരു കുട്ടിയുടെ പൂർണ്ണ ചെലവ് 1.5 ലക്ഷം രൂപയാണ്. ഇന്ന് ചെമ്മാടുന്ന ഒരു ഭാര്യ ഭർത്താവ് 3 പ്രാവശ്യമായിട്ട് ഞങ്ങളൊരു കുട്ടിയെ ഏറ്റെടുക്കാം, ഞങ്ങളുടെ മക്കളൊന്നും ഹാഫിളായില്ല, അല്ല എഞ്ചിനീയറും ഡോക്ടറുമായി പോയി. ഒരു കൊതിയാൻ അള്ളാഹുവിന്റെ മക്കളെ സാലിഹ്യങ്ങളാക്കട്ടെ. കഴിയുന്നവരൊക്കെ ഒന്ന് ഏറ്റെടുക്കി, കഴിയുന്നവർ ഞാനുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ നസ്രുദ്ദീൻ ഹുദവി നീരാട്, എന്റെ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്ററും മുദരിസും കൂടിയാണ് നസ്രുദ്ദീൻ ഹുദവി, അദ്ദേഹമായിട്ട് ബന്ധപ്പെടുക, മഹബൂബായിട്ട് ബന്ധപ്പെടുക. കഴിയുന്ന സദക്കൽ ഒരു പ്രാവശ്യം കോളേജിൽ വരിക, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെ ദുആ ചെയ്യുന്ന അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. اللهم اكفنا عواقبنا بالامور كلها واجرنا من خزي الدنيا وعذاب الاخره. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا ظلمنا ظلما كثيرا كبيرا لا يغفر الذنوب الا انت فاغفر لنا مغفرة من عندك وارحمنا انك انت الغفور الرحيم. റഹീമായ അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്ത പാപികളാണ് തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പാക്കി അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ എല്ലാവിധ ഖൈറാത്തുകളും നിറച്ചു നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ശർറുകളെ നീ തട്ടിമാറ്റി തരണേ തമ്പുരാനെ. അവസാനം വരെ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാതെ സന്തോഷത്തോടെ സക്കീനത്തോടെ ജീവിച്ച് അവസാനം ആഖിബത്ത് നന്നായി ഹുസ്നുൽ ആഖിബത്തോടെ വിട പറയുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഈമാനോടെ ഞങ്ങൾ ഈ ദുനിയാവിൽ ജീവിച്ചു, ഈമാനോടെ ഞങ്ങളെ വിട പറയിപ്പിക്കണേ അല്ലാഹ്. ഈമാൻ നഷ്ടപ്പെടുന്നൊരവസ്ഥ ഞങ്ങളിൽ ഉണ്ടാകുന്നുവെങ്കിൽ അതിനു മുമ്പേ ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാഹ്. നിന്നിലേക്ക് ഞങ്ങളെ വിളിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കണേ റഹ്മാനെ. അതിലുപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുകളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദന്മാരുണ്ട്, അവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. അവരെ കബറിൽ എന്തെങ്കിലും ശിക്ഷ അനുഭവിക്കുന്നെങ്കിൽ ഈ ദുആയുടെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ അത് തട്ടിമാറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പക്ക് വേണ്ടി, ഞങ്ങളുടെ ഉമ്മക്ക് വേണ്ടി, ഞങ്ങളുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് ചെയ്യാൻ കഴിയുന്നത് അതുമാത്രമാണല്ലോ അല്ലാഹ്. അവരും മണ്ണിന്റെ അടിയിലാണല്ലോ റബ്ബേ. അവരുടെ റൂഹ് നിന്റെ കയ്യിലും അവരുടെ ശരീരം മണ്ണിന്റെ പുഴുക്കളുടെ അന്നവുമായല്ലോ അല്ലാഹ്. റബ്ബേ, നീ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോട് നിന്റെ അടുക്കൽ കരുണ കാണിക്കണേ അല്ലാഹ്, ദയ കാണിക്കണേ അല്ലാഹ്. അവരെ നീ ഒരുവിധ ശിക്ഷയിലും പെടുത്തല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരെ രോഗത്തിന് നീ ശിഫ നൽകണേ റഹ്മാനേ. മാരകമായ രോഗം പിടിപെടുന്നു, ക്യാൻസറിന്റെയും ബ്രെയിൻ ട്യൂമറിന്റെയും കാലം കഴിഞ്ഞു. ലക്ഷണങ്ങൾ നോക്കിയിട്ട് പേര് പോലും പറയാൻ ഡോക്ടർമാർക്ക് കഴിയാത്ത മാരക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട് അല്ലാഹ്. പടച്ചവനെ, മരണം വരെ ഒരു മാരക രോഗത്തിന് അടിമകളാക്കല്ലേ അല്ലാഹ്. ഏതെങ്കിലും രോഗാണുക്കൾ ഞങ്ങളുടെ ശരീരത്തിന്റെ ഉള്ളിൽ കൂടുകെട്ടി പാർക്കുന്നുവെങ്കിൽ ഈ സ്വലാത്തിന്റെ ദുആയുടെ ബറക്കത്ത് കൊണ്ട് അതിനെ ഈ സദസ്സിൽ നീ നിർവീര്യമാക്കണേ അല്ലാഹ്, നിർവീര്യമാക്കണേ അല്ലാഹ്. ഏതും മരുന്നിനേക്കാൾ വലിയ ശക്തി സ്വലാത്തിനാണ്. അലസ്വലാത്തിൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്കുള്ള സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ശരീരത്തിൽ ഏതൊക്കെ രോഗാണുക്കളുണ്ടോ അതെല്ലാം നീ നിഷ്ഫലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ശരീരത്തിന് ആരോഗ്യം നൽകണേ അല്ലാഹ്. ഒന്നിനുമല്ല ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ല, മരിക്കുന്നത് വരെ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാനുള്ള ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെട്ട് രോഗങ്ങളിൽ പിടിപെട്ട് പഴന്തുണി കെട്ടുപോലെ കട്ടിലിൽ കിടക്കുമ്പോ ഞങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ ഇവനൊന്നും മരിച്ചാൽ മതിയായിരുന്നെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിൽ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാഹ്. മലമൂത്ര വിസർജനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട്
അല്ലാഹുവേ നിരാലംബരായി കിടക്കുന്നൊരവസ്ഥയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ രോഗികളായി കഴിയുന്ന 10,000 ആളുകൾ സദസ്സിൽ വന്നും അല്ലാതെയും നേരിട്ട് കണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. 6666 വിനീതന്റെ സദസ്സിലും കോളേജിലേക്ക് സദഖ ചെയ്തവരുണ്ട്. അവരുടെ രോഗത്തിന് നീ ശിഫ നൽകണേ അല്ലാ. ഇന്നും വരുന്ന വഴിയിൽ പെരിന്തൽമണ്ണയിൽ വെച്ച് ബ്ലഡ് ക്യാൻസർ പിടിച്ച് CMC വെല്ലൂര് മരണം മുഖാമുഖം കണ്ട് ഈ സദസ്സിന്റെ ദുആ കൊണ്ടും സദാത്തിന്റെ ബറക്കത്തുകൊണ്ടും എഴുന്നേറ്റ് നരോഗദിടപാത്രനായി കണ്ട ചെറുപ്പക്കാരൻ വരുമ്പോഴൊക്കെ വടിയരികിൽ നിന്നിട്ട് പറയണം, ഉസ്താദേ മരണത്തിൽ നിന്ന് ഞാൻ വന്നത് ഈ ദുആയുടെ പവർ കൊണ്ടാണ്, ദുആ ചെയ്യണേ നിന്നും കയ്യിൽ പിടിച്ച് പറയുമ്പോ കണ്ണ് നിറയുന്നുണ്ട്. റബ്ബേ ആ രോഗമിനി ആ ശരീരത്തിലേക്ക് നീ തിരിച്ചു കൊടുക്കല്ലേ അല്ലാ. മരണത്തിന്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ട് കല്യാണം കഴിഞ്ഞ ആ കുട്ടി വലിയ ശുഭപ്രതീക്ഷയിലാണ്. റബ്ബേ നീ ആ പ്രതീക്ഷ ഒരു പ്രഭാതം കൊണ്ട് തല്ലിക്കെടുത്തല്ലേ അല്ലാ. മാരകമായ ക്യാൻസറിനാരൊക്കെ വിധേയരായോ നീ ശിഫ നൽകണേ റഹ്മാനേ. കടബാധ്യതകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവര് കടബാധ്യതകളും മാറ്റിക്കൊടുക്കണേ അല്ലാ. മരിക്കുമ്പോ അഭിമാനം നഷ്ടപ്പെട്ടു പോകുന്ന കടബാധ്യതകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാ. ഒരു കിടപ്പാടമില്ലാഞ്ഞിട്ട് വീട് വെക്കാൻ ലോൺ എടുത്തവരുണ്ട്, അതടക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. നീ അവർക്കൊക്കെ എല്ലാ ഹറാമിന്റെ വടികൾ അടച്ചിട്ട് ഹലാലിന്റെ വടികൾ തുറന്നു കൊടുക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ല അല്ലാ. ഈ ആമീൻ പറയുന്ന പലരും കച്ചവടത്തിന് കടമെടുത്ത് ബിസിനസിന് കടമെടുത്ത് വല്ലാത്ത അവസ്ഥയിൽ ദുഃഖിക്കുന്നവരാണ്. ഇവരെ നീ കൈപിടിച്ച് കരകയറ്റണേ അല്ലാ. നിന്നോടല്ലാതെ തേടാനില്ല, നിന്നോടല്ലാതെ പറയാനില്ല. ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഗദ്ഗതങ്ങൾ കണ്ണുനീര് നിന്നെപ്പോലെ നന്നായിട്ടറിയുന്നവൻ മറ്റൊരാളില്ല. സ്വന്തം ഭാര്യയോട് പോലും പറയാതെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഒളിച്ചു വെച്ച ദുഃഖങ്ങൾ നിന്റെ മുമ്പിൽ ഞങ്ങൾ പറയുന്നു അല്ലാ. ഞങ്ങളുടെ ഭാര്യയോട് പോലും ഞങ്ങളത് പറഞ്ഞിട്ടില്ല റബ്ബേ. ഒരു പുരുഷനെന്ന രീതിയിൽ, ഒരു കുടുംബത്തിന്റെ ഗൃഹനാഥൻ എന്ന രീതിയിൽ ആരോടും പറയാതെ നെഞ്ചകത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ ചൂടുപിടിപ്പിക്കുന്ന ദുഃഖങ്ങളുണ്ട്. അതറിയുന്നവൻ ഞാനും നീയും മാത്രമാണല്ലോ. നീ അതൊക്കെ ഞങ്ങൾക്ക് മാറ്റിത്തരണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം അല്ലാ. അവര് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്, അവര് ഞങ്ങളെ ഒറ്റി വളർത്തിയവരാണ്, അവര് ഞങ്ങൾക്ക് വേണ്ടി പട്ടിണി കിടന്നവരാണ്. അവരെ നീ വാർദ്ധക്യകാലത്ത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടിക്കല്ലേ അല്ലാ. ശിഫ നൽകണേ റഹ്മാനേ. പ്രിയപ്പെട്ട ഭാര്യമാരെ നീ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിന് നീ നൽകുന്ന ഏറ്റവും വലിയ സൗഭാഗ്യശാലിഹത്തായ ഭാര്യയാണ്. ജീവിതത്തിന്റെ വീഴ്ചകളിലും താഴ്ചകളിലും ഉത്ഥാന പതനങ്ങളിലും വ്യഥാശ്രതകളിലും എപ്പോഴും താങ്ങും തണലുമായ പ്രിയപ്പെട്ടവൾ ഞങ്ങളുടെ ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാരെ നീ അത്തരത്തിൽ പെടുത്തണയല്ലാ. അവരെ ഭർത്താക്കന്മാരെ സൽസ്വഭാവികളാക്കണയല്ലാ. ഭർത്താവിന്റെ ദുസ്വഭാവമോത്ത് ദുഃഖിക്കുന്നവർ അല്ലാഹുവേ നീ അവർക്ക് സമാധാനം നൽകണയല്ലാ. അവരെ ഭർത്താക്കന്മാര് രാവിലെ സലാം പറഞ്ഞിറങ്ങിപ്പോയിട്ട് വൈകുന്നേരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് തിരിച്ചു വരുന്ന അവസ്ഥയിൽ നിന്ന് കാക്കണേ അല്ലാ. ആ പാവങ്ങളെ നീ ജീവിതത്തിന്റെ ഒരു തുരുത്തിൽ ഒറ്റയ്ക്കാക്കല്ല റബ്ബേ. അവര് പ്രതീക്ഷയോടെ വളർത്തുന്ന മക്കളെ ഒരു നല്ല ഭാവിയിലെത്തിക്ക് റബ്ബേ. പ്രായപൂർത്തിയായ ഞങ്ങളുടെ പെൺമക്കൾക്ക് നീ ഈമാൻ സലാമത്താക്ക് അല്ലാ. ബസ് സ്റ്റാൻഡിൽ പരിചയപ്പെട്ടവന്റെയും വടിയരികിൽ പുഞ്ചിരിച്ചവന്റെയും പുറകെ പോയി മാതാപിതാക്കളെ പോലും കൈവിട്ട് ഈമാൻ നഷ്ടപ്പെടുന്ന വഴിയിൽ നിന്ന് ഞങ്ങളുടെ പെൺമക്കളെ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും ഭാര്യമാരെ നീ സന്തോഷമുള്ളവരാക്കണേ അല്ലാ. സന്തോഷ ജീവിതം നൽകണേ അല്ലാ. ജീവിതത്തിന്റെ സർവ്വ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ടവൾ റബ്ബേ നീ അവൾക്ക് ആഫിയത്ത് നൽകണയല്ലാ, ആരോഗ്യം നൽകണയല്ലാ. ഞങ്ങളുടെ കുടുംബത്തിന് വരാനിരിക്കുന്ന എല്ലാ ശർറുകളും ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് തട്ടിമാറ്റണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നീ ഹാഫിളീങ്ങളാക്കണേ റബ്ബേ, സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഖുർആൻ മനപ്പാഠമാക്കി
ഞങ്ങൾ മരിച്ചാലും മയ്യത്തിന്റെ ചാരത്തിരുന്ന് കാണാതെ പിടിച്ച ഖുർആന്റെ ഒരു ഖത്തം ഞങ്ങൾ അടക്കുന്നതിന് മുമ്പ് ഒരു ഖത്തം പൂർത്തിയാക്കി അടക്കുന്ന നേരത്ത് ഖത്തം ഓതി ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന മക്കളാക്കണേ അല്ലാഹ്. മണ്ണിലിട്ട് മൂടി എല്ലാരും തിരിച്ചു പോയാലും ഇതെന്റെ ഉപ്പയാണ് ഉമ്മയാന്ന് പറഞ്ഞ് ഖബറിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾ ഓത്തൊരു യാസീൻ ഓതുന്ന മക്കളെ തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിപ്പിക്കല്ല റബ്ബേ. മദ്യപാനികളാക്കല്ലേ അല്ലാഹ്, ലഹരിക്കടിമയാക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്കൊരു ദുസ്വഭാവവും നൽകല്ലേ അല്ലാഹ്. പൈശാചിക വസ്വാസുകളിൽ നിന്ന് ഞങ്ങളുടെ പൊന്നുമക്കളെ നീ കാക്കണം അല്ലാഹ്. പടച്ചവനെ, നീ വിധിച്ചതൊക്കെ ഞങ്ങൾക്ക് ഖൈറാക്കണേ അല്ലാഹ്. നീ വിധിച്ചതിലെന്തെങ്കിലും ശർറുകളെങ്കിലും തട്ടിമാറ്റണേ അല്ലാഹ്. അപകട മരണത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചവനെ, കീറിമുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ഈ സദസ്സിന് വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ, ഈ മദ്രസയ്ക്ക് വേണ്ടി സദക്ക ചെയ്തവർ, ജനാലകളും വാതിലുകളും നൽകിയവർ, അവരെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിന്റെ സദസ്സിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, വോളണ്ടിയേഴ്സ്, ഇതിന്റെ മദ്രസ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, ഇതിന് പരസ്യം നൽകിയവർ മക്കളില്ലാത്ത നെയ്യത്തിലാണ്. അവർക്ക് നീ സാലിഹായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ധാരാളം പേര് മക്കളില്ലാത്തവരുണ്ട്. അവരെ ആശ നിരാശയാക്കാതെ ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട് സാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. ഇൻവെർട്ടർ സ്പോൺസർ ചെയ്ത സഹോദരൻ 8 വയസ്സുള്ളൊരു മോനുണ്ട്. പടച്ചവനെ, നീ വികലത മാറ്റി സന്തോഷത്തോടെ അവർക്ക് നൽകണേ അല്ലാഹ്. എന്തൊക്കെ ഞങ്ങൾ സമ്പാദിച്ചാലും ഒരു ദിവസം വിട പറയും റബ്ബേ. വിട പറയുന്ന നേരം കലിമ പറഞ്ഞ് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുറക്കെ പറഞ്ഞ് ചിരിച്ച് സലാം പറഞ്ഞ് ഞങ്ങളെ നീ യാത്രയാക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ മരിച്ചു എന്നറിഞ്ഞ ആളുകൾ വരുമ്പോ ഇവൻ മരിച്ചു കിടക്കാന്ന് തോന്നൂല, ഇവൻ ചിരിച്ചുകൊണ്ട് കിടക്കാന്ന് ഞങ്ങളുടെ മയ്യത്ത് നോക്കി പറയിപ്പിക്കണേ അല്ലാഹ്. ഖബറിലേക്ക് വെച്ചിട്ട് തിരിച്ചു പോകുമ്പോ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകളും ദിക്റുകളും ഖബറിന്റെ വെളിച്ചമാക്കണേ റഹ്മാനെ. പരലോകത്തെഴുന്നേറ്റ് നിൽക്കുമ്പോ ഹബീബായ മുത്തിനെ ഞങ്ങൾ കണ്ടിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തിന്റെ കൈ നുകർന്ന് ഹൗദുൽ കൗസർ കുടിച്ച് മീസാൻ എന്ന ത്രാസിന് ഭാരം തൂങ്ങി സിറാത്ത് മിന്നൽ വേഗത്തിൽ കടത്തി സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ആ സ്വർഗത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഈ വിനീതന്റെ സ്ഥാപനത്തിലേക്ക് 6666 തന്നവരുണ്ട്. ഇതിനു മുമ്പുള്ള സദസ്സിലും തന്നവരുണ്ട്. അവരെ മുറാദ് ഹാസിലാക്കണേ തമ്പുരാനെ. ആ സ്ഥാപനത്തിലെ മക്കളെ നീ ഏറ്റെടുത്ത് ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്. അതിനെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഈ നിൽക്കുന്നതിൽ ചെറുപ്പക്കാരുണ്ട്, ജോലി ശരിയായിട്ടില്ലാത്തവർ, നല്ല ജോലി കൊടുക്കണേ റബ്ബേ. പെങ്ങളെ കെട്ടിക്കാൻ ഒരു വീട് വെക്കാനൊക്കെ കഷ്ടപ്പെടുന്നവർ, സ്വന്തമായിട്ടൊരു ഭവനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ അല്ലാഹ്. ചെറുതും വലുതുമായ സദക്ക ജനൽപ്പാളികൾ ഓരോന്ന് ഏറ്റെടുത്തവർ, ഇതിനുവേണ്ടി മനസ്സാ വാചാ കർമ്മണ ആരൊക്കെ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. ഈ മദ്രസയിൽ സേവനം ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ നീ കബൂലാക്കണേ അല്ലാഹ്. പള്ളിയിൽ സേവനം ചെയ്യുന്ന ആലിമീങ്ങൾ, ഞങ്ങളുടെ വന്ദരായ ഉസ്താദന്മാർ, അവർക്കൊക്കെ നീ ഖൈറ് നൽകണേ അല്ലാഹ്. വിട പറഞ്ഞു പോയ ഞങ്ങളുടെ ബഹുമാനനായ ഈ നാടിന്റെ വെളിച്ചം ബഹുമാനപ്പെട്ട സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദിന് അല്ലാഹു മർക്കദ മഹാനവറുകളുടെ കബറിടം നീ വിശാലമാക്കണേ റബ്ബേ, വിശാലമാക്കണേ അല്ലാഹ്. ഈ നാടിന്റെ അക്ഷര ജ്യോതിസായിരുന്നു റബ്ബേ. ആ കബർ നീ കാണാമറയത്തോളം പ്രകാശം കൊണ്ട് നിറക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സമസ്തയുടെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ കബർ വിശാലമാക്കണേ റബ്ബേ. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് ആഫിയത്തോടുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. വാക്കവി തീരെ വയ്യ ദുആയിൽ മറക്കരുതേ എന്ന് പറഞ്ഞിട്ടാണ് ആ ലാളിത്യത്തിന്റെ ഉടമ ഇറങ്ങിപ്പോയത്. റബ്ബേ, ദുനിയാവ് കൊതിക്കാത്ത ലാളിത്യത്തിന്റെ ഈ കൈകളിൽ നിന്റെ സമസ്തയുടെ പതാക നീ ഏറ്റുകൊടുത്തു. അത് വഹിക്കാൻ അവസാനം വരെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇവിടെ പൂട്ടിക്കിടക്കുന്ന ഞങ്ങളുടെ അർഹതപ്പെട്ട പള്ളികൾ അത് നീ തുറന്നു തരണേ അല്ലാഹുവേ. ശർറുകൾ തട്ടിമാറ്റണേ അല്ലാഹ്. അല്ലാഹു അക്ബർ എന്ന നിന്റെ ബാങ്ക് വിളിക്കാൻ, അതിൽ പോയി സുജൂദ് ചെയ്ത് നിസ്കാരം നിർവഹിക്കാൻ റബ്ബേ, നീ അതിന്റെ ശർറുകൾ ഏതൊക്കെയുണ്ട് തട്ടിമാറ്റണേ അല്ലാഹുവേ.
ഞങ്ങളെ സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇന്ന് വിനീതനെ നാട്ടിയെത്തിയപ്പോ ചായ സൽക്കാരം നടത്തിയ കുടുംബം നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ. അവരെ മക്കളിൽ റഹ്മത്ത് നൽകണേ അല്ലാ, ഐശ്വര്യം നൽകണേ അല്ലാഹുവേ. സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, വിനീതന്റെ കൂടെ എപ്പോഴും നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഡ്രൈവർമാർ, എന്റെ ക്യാമറ വർക്ക് നടക്കുന്നവർ, ലൈവായി ഇത് ലോകത്തിന്റെ മുമ്പിൽ എത്തിച്ചവർ, അവരെയും ഈ ദുആയിൽ പെടുത്തണേ അല്ലാഹുവേ. വാട്സപ്പ് ഗ്രൂപ്പിലെ 18,000-ഓളം കൽബ് കണ്ട കൂട്ടുകാർ, ഫേസ്ബുക്കിലെ 2 ലക്ഷത്തോളം വരുന്ന സുഹൃത്തുക്കൾ, അവരൊക്കെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെയൊക്കെ നീ ഇതിൽ പെടുത്തണേ തമ്പുരാനെ. അവരൊക്കെ പലരും വീട്ടിൽ അസ്വസ്ഥതകളുണ്ടവർ മാറ്റണേ അല്ലാ, മക്കൾക്ക് ബുദ്ധിമുട്ടുള്ളവരുണ്ട് മാറ്റണേ അല്ലാ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം. ഒരു സഹോദരി തന്റെ സഹോദരന് ഹാർട്ടിന് പ്രശ്നമാണ്, പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ആ സഹോദരന്റെ രോഗം നീ ശിഫയാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആകളെ നീ സ്വീകരിക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ارحم آباءنا وأمهاتنا كما ربنا صغارا. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. എല്ലാവരും ദുആയിൽ മറക്കരുത് എന്ന വസിയത്തോടുകൂടി മഅ തഹിയ്യത്തി വസ്സലാം അഖൂകും ബിൽ ഇസ്ലാം അഹ്മദ് കബീർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയ സഹോദരിമാർ ശ്രദ്ധിക്കുക, പുരുഷന്മാർ പോയതിന് മാത്രമേ നമ്മുടെ സഹോദരിമാർ മദ്രസയിൽ നിന്നും ഹംസാബുവിന്റെ